Good evening, Makle. Good evening, good evening, good evening, good evening. Audible ആണോ? Visible ആണോ? ആണ്. നന്നായിട്ട് കേൾക്കാം, കാണാം. Is it okay for you? Yeah, very good evening. Okay, Makle, shall we start with the most important chapter in the biology examination for the CBSE board 2023. മക്കളെ എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ് നമ്മുടെ CBSE റിവിഷൻ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ എല്ലാം സെറ്റ്. +2 ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ക്രാഷ് കോഴ്സിന് ചേരാൻ പറ്റുമോ എന്ന മിസാബിൻ്റെ ഒരു ചോദ്യത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ ആരംഭിക്കാം. യെസ് മിഷാബ്, ചേരാം. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന അതിമനോഹരമായ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഒരു വർഷം ഓൾമോസ്റ്റ് 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കുക. മിനിമം 3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ട്. മിനിമം 3 ചോദ്യങ്ങൾ എന്തായാലും ഉണ്ട്. അപ്പം മിനിമം 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നിർബന്ധമായും ഈ എക്സാമിനേഷനിൽ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഇയർ ഏതാണെന്നറിയാം. ഈ ഒരു ചാപ്റ്ററിൽ CBSE ബോർഡ് എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന വർഷം ഏതാണെന്നറിയാം? 2012 ആണ്. ഏകദേശം 7 ക്വസ്റ്റ്യനാണ്, 7 അല്ല ശരിക്കും 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിച്ചത്. ഡു യു നോ ഇറ്റ്? 2012 2012 ഈ ഒരു വർഷം 8 ചോദ്യം, 8 അല്ല ശരിക്കും അതിൽ കൂടുതലുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. കണ്ടന്റ് ഒരുപാടുണ്ടെന്നൊരു തോന്നലുണ്ടാവും, ബട്ട് അത്രയും കണ്ടന്റ് ഇല്ല ശരിക്കും. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ വളരെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇറ്റ്സ് ഫോർ യു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ സിനോപ്സിസ് ആണ്. അപ്പോൾ ചാപ്റ്ററിലെ സിനോപ്സിസിലേക്ക് നമ്മൾ കയറിയാൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മൈക്രോസ്പോറോജെനസിസ് എന്താണ് എന്ന്. അതിനുശേഷം മെഗാസ്പോറോജെനസിസ് ഇത് നോക്കണം. അതിനുശേഷം പോളിനേഷൻ മെക്കാനിസം എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്താണ്, ആൻഡ് ലാസ്റ്റ് ആപ്പോമിക്സസ് ആൻഡ് പോളിഎംബ്രിയോൺ. ചുരുക്കി പറഞ്ഞാൽ there is only 6 sections. ഞാൻ ഈ ചാപ്റ്ററിനെ 6 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 6 പാർട്സ്. ഓരോ പാർട്സിൻ്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ അറിയാം. ഓക്കെ, so first of all, if you are going to microsporogenesis, we have to check it out what all things needed as an introductory part. അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം? ഞാൻ പൂർണ്ണമായും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതിയോ അതോ മംഗ്ലീഷിൽ, ഇംഗ്ലീഷ് പ്ലസ് മലയാളം മംഗ്ലീഷിൽ പറയണം? എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം? കുക്കു, സുബി, ക്രേസി, ഒക്ടേവ്, റാനി, മുഹമ്മദ് ഷാ, ആനിമേറ്റഡ് ഇൻ്റലിജൻസ് എന്ന പേരിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റൊരാൾ മിസാബ്, ഇവരെല്ലാം നമ്മളൊരു ടീമാണ് ഇപ്പം. അപ്പോൾ ഈ ടീമിന് പറയാം ഞാൻ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് പറയണോ സോ മംഗ്ലീഷിലായിട്ട് പറയണോ? നിങ്ങളുടെ ഇഷ്ടം. വാട്ട് ഈസ് യുവർ ചോയ്സ്? ഓക്കെ, സംനാവൽ പറയുന്നു മംഗ്ലീഷ് മതി. കക്കു, കുക്കു, ആൻഡ് മാത്യു അടക്കം മംഗ്ലീഷ് മതി എന്ന് പറയുന്നു. സോ ലെറ്റ്സ് ഹാവ് ഇംഗ്ലീഷ് പ്ലസ് മലയാളം, മംഗ്ലീഷ്. JKയും അതേപോലെ തന്നെ മായൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്, അലനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്, മാത്യു ചാനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒരു മാറ്റമില്ല, മംഗ്ലീഷ്. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത്, നോക്കൂ, നമ്മൾ ആദ്യം അറിയേണ്ടത് ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് അറിയേണ്ടത് റീപ്രൊഡക്ഷൻ എന്താണ്, എന്താണ് അതിൻ്റെ പെക്യുലാരിറ്റി. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് പറയാണ്. വാട്ട് ഇസ് റീപ്രൊഡക്ഷൻ? അപ്പം ഞാൻ പറയും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് it is the process of
പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ്. കണ്ട, പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ്, ഇതാണ് ഡെഫിനിഷനായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ്, why reproduction, whether reproduction is necessary, what do you think whether reproduction is necessary? അതാണ് രണ്ടാമത്തെ ചോദ്യം. റീപ്രൊഡക്ഷൻ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ യെസ്, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് is necessary for the perpetuation of any species. Is it okay? For the perpetuation of any species. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ നോക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പം ഞാൻ പറയും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ബൈ പാരന്റൽ, ഫാദർ ആൻഡ് മദർ ഇസ് ഇൻവോൾവ്. അതേസമയം സിംഗിൾ പാരന്റ് മാത്രമാണ് മക്കളെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. വീണ്ടും എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നോക്കേണ്ടത്, വീണ്ടും എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാവേണ്ടത് ഗാമീറ്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. മോസ്റ്റ്ലി ദർ ഇസ് നോ ഗാമീറ്റ് ഫോർമേഷൻ. അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗാമീറ്റ്സ് ഉണ്ട്. വീണ്ടും നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷനിലെ മൈറ്റോസിസ്, സെക്ഷലിലെ മിയോസിസ് ഇസ് ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ. വീണ്ടും എസെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പോകുമ്പം ജെനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ട് കാണാം. അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇറ്റ് ഷോ വേരിയേഷൻസ്. കണ്ടോ? Is it okay for you? അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എന്തായിരിക്കും ആ ക്വസ്റ്റ്യൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇസ് കൺസിഡർഡ് ആസ് എ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഗിവ് റീസൺ. ഇതാണ് CBSEയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ പറയും യെസ്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇസ് എ ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ. എന്താണ് അതിൻ്റെ റീസണിലേക്ക് പോയാൽ ദ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരന്റ്. അപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും സിമിലർ ആണ് എന്നാണ് നമ്മൾ പറയുക. സിമിലർ ആണ് എന്നാണ് നമ്മൾ പറയുക. ഒരു കാരണം, ഒരൊറ്റ പാരന്റേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നോക്കൂ, ദർ ഇസ് നോ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. കണ്ട, ഗ്യാമീറ്റ്സിന്റെ ഫ്യൂഷൻ ഇല്ല. ഇസ് ഇറ്റ് ഓക്കെ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്ന എനിക്കറിയാം. ഇനി നമ്മൾ വേറൊരു പാട്ടിലേക്ക് പോവാണ്. ഏതാണ് ആ പാട്ട് നോക്കാം. ഫ്ലവർ, എ ഫാസിനേറ്റിംഗ് ഓർഗൻ ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫ്ലവറിനെ ഒരു ഫാസിനേറ്റിംഗ് ഓർഗൻ എന്ന് വിളിക്കാനുള്ള റീസൺ എന്ത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്, else it is the sexually reproductive organ. അപ്പം നമ്മൾ ഫ്ലവറിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർഗൻസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. കണ്ടോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫീച്ചറാണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലവറിൻ്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാലോ, ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് ഷൂട്ട്. അതിൽ നോഡ്സ് ഉണ്ട്, ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഇന്റർനോഡ്സ് ഉണ്ട്. അപ്പോൾ നോഡ്സ്, ഇപ്പം ലീഫ് ഉണ്ടാവുന്ന പോയിന്റിനെയാണ് നോഡ് എന്ന് വിളിക്കുക. ലീഫ് ഉണ്ടാവുന്ന പോയിന്റ് ആണ് നോഡ്. രണ്ട് നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇന്റർനോഡ്. അപ്പോൾ ഒരു ഫ്ലവർ സിമിലർ ടു എ സ്റ്റെം ഷൂട്ട് വിത്ത് നോഡ് ഇന്റർനോഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലവറിന് 4 പാർട്സ് ഉള്ളത്. ഏതൊക്കെയാണ് ഈ 4 പാർട്സ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അപ്പം ഇങ്ങനെ 4 പാർട്സ് ആണ് മക്കളെ ഒരു ഫ്ലവറിനുള്ളത്. ഒരു കാരണവശാലും ഇത് കൺഫ്യൂഷൻ വരും. അപ്പം നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്ക്. നെയിം ദ ഫ്ലോറൽ പാർട്സ് ഓഫ് ആൻ ആൻജിയോസ്പേം. അപ്പം നമ്മൾ കൊടുക്കേണ്ട ആൻസർ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, വീണ്ടും നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് CBSE ബോർഡ് എക്സാമിനേഷനിൽ പേപ്പറിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വളരെ ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാം.
how. അപ്പം നമ്മൾ പറയും ആൻട്രീഷ്യം ഗൈനീഷ്യം. ആൻട്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ആണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഇത്ര മാത്രം നിങ്ങൾ പ്രസന്റ് ചെയ്താൽ മതി. പിന്നെ CBSEയുടെ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്തുമാത്രം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതുന്നു അത്രമാത്രം മാർക്കാണ്. ആൻസർ ടു ദ പോയിന്റ് എന്നുള്ളതിനേക്കാളും ഉപരി അപ്പാർട്ട് ഫ്രം ദ ആൻസർ ടു ദ പോയിന്റ് യു മേക്ക് എ ഡീറ്റെയിൽ ആൻസർ സ്ക്രിപ്റ്റ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ വാട്ട് യു ഹാവ് ഗോട്ട്. ഓരോ ചോദ്യത്തിനും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതനുസരിച്ച് മാർക്കാണ്. അപ്പം ഡോണ്ട് സ്റ്റിക്ക് ഓൺ വിത്ത് എ സിംഗിൾ പോയിന്റ്. മേക്ക് ഔട്ട് വാട്ട് എവർ യു നോ ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ. അതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ആൻഡ് യുവർ വിക്ടറി കംസ് വാട്ട് യു ഹാവ് ലേൺഡ് ആൻഡ് ഹൗ യു ക്യാൻ പ്രസന്റ് ഇറ്റ് ഓൺ ദ പേപ്പർ. CBSEയുടെ പേപ്പറിൽ എങ്ങനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും, അതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. And what you have to present is come from what you have learned and what you are taught. എന്താണോ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, എന്താണോ നിങ്ങളെ മനസ്സിലാക്കിയെടുത്തത്, അതിനെ ആശ്രയിച്ച്. So, be optimistic, be confident. Okay? അപ്പോൾ സാഹിൽ പറയുന്നു അഗ്നി സ്റ്റുഡൻറ് +2 സ്റ്റേറ്റ്. സാഹിലെ, ഇത് CBSEയുടെ മോഡലിലാണ് ഞാൻ എടുക്കുന്നത്. +2 സ്റ്റേറ്റുകാർക്ക് ഒരു ഗുണം ചെയ്യില്ല. CBSEയുടെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സാഹിലിൽ ചോദിക്കുന്ന ചോദ്യം വേറെ മോഡലായിരിക്കും. അത് ഞാൻ അല്ലാതെ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം കിട്ടി. ഇനി നമ്മൾ പോകുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ എലിമെന്റ്സ്. ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പം നമ്മളതിൽ ആദ്യം പറയാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ മൈക്രോ സ്പോറോജെനസിസ്. ഓക്കെ, വണ്ടർ ബോയ് ചോദിക്കുന്നു, ഞാൻ ഇനി നല്ലപോലെ പഠിച്ചാൽ മതിയോ? വൈ നോട്ട്? സ്റ്റിൽ യു ഹാവ് ഇനഫ് ടൈം ഇൻ യുവർ ഹാൻഡ്. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയും, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ തലേ ദിവസം ദ ഡേ ജസ്റ്റ് ബിഫോർ ദ എക്സാം എങ്ങനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 2 days ബാക്ക്, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ എക്സാമിനേഷൻ മാർക്സ്. അല്ലാതെ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു വെച്ചു. ഫോർ എക്സാമ്പിൾ ബയോളജി നമ്മൾ നേരത്തെ സപ്പോസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് നമ്മൾ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചു. ആൻഡ് അറ്റ് ലാസ്റ്റ് പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. 2 days ബാക്ക് വരെ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. ഡു യു തിങ്ക്, നിങ്ങൾ കരുതുന്നുണ്ടോ എക്സാമിനേഷനിൽ നിങ്ങൾ 100-ൽ 100% സ്കോർ ചെയ്യുന്നുള്ളത്? ഐ ഡോണ്ട് തിങ്ക്. നമ്മൾ വാട്ട് വി മേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ പ്രീവിയസ് ഡേ, ദാറ്റ് ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ആ ദിവസം എങ്ങനെയാണോ അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ തലേ ദിവസം പഠിച്ചാലും മക്കളെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മൈക്രോസ്പോറോജെനസിസ് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മൈക്രോസ്പോറോജെനസിസ് പഠിക്കുമ്പം നമ്മൾ 2-3 കാര്യങ്ങൾ അറിയണം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും അതേപോലെ തന്നെ മൈക്രോസ്പോറോജെനസിസ്. ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ പേരാണ് ആൻഡ്രീഷ്യം. ശരിയല്ലേ? ആൻഡ്രീഷ്യത്തിലെ യൂണിറ്റ്സിനെ വിളിക്കുന്ന ടേം ആണ് സ്റ്റേമൻ. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ സ്റ്റേമൻ. ഇപ്പോൾ ഒരു സ്റ്റേമൻ വരച്ച് ലേബൽ ചെയ്യാനായിട്ട് ചോദിച്ചാലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഫിലമെന്റ് 3 പാർട്സ് ആണ്. അപ്പം നമ്പർ 1 filament, number 2 anther, number 2 anther, number 3 is connective. Number 3 is connective. Okay, ആ 2 ആന്തർ ലോബ്സിനെയും കണക്ട് ചെയ്യുന്ന കണക്റ്റീവ്. ഇതാണ് സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ സ്റ്റേമൻ.
ഒരു സ്റ്റേമൻ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ഓക്കെ 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 ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ ഓക്കെ സാഹിൽ ഓക്കെ 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 അപ്പം നോക്കുക ടിപ്പിക്കൽ സ്റ്റേമിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫിലമൻ, സെക്കൻഡ് വൺ ഇസ് ആന്തർ, നമ്പർ 3 ഇസ് കണക്റ്റീവ്. ഇങ്ങനെ 3 പാർട്സ്. അപ്പോൾ ഈ 3 പാർട്സും നന്നായിട്ട് നിങ്ങൾക്ക് അറിയണം. ഈ ഡയഗ്രാം കട്ട് ചെയ്ത് വെച്ച സെക്ഷൻ ആണെങ്കിൽ ഓരോ ചേംബറിനെയും പൊള്ളൻ സാക്സ് ചാക്ക് എന്ന് വിളിക്കും. ദ നെക്സ്റ്റ് കംസ് പോളൻ ഗ്രെയിൻസ്, ദ നെക്സ്റ്റ് കംസ് ലൈൻ ഓഫ് ഡെഹിസൻസ്. ആ ലൈൻ ഓഫ് ഡെഹിസൻസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു സ്റ്റേമിൻ്റെ 3 പാർട്സ് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. ഏതൊക്കെ? ഈ സ്റ്റേമൻ ആസ് ഫിലമെന്റ് ആൻഡ് ദ കണക്റ്റീവ്. പോളൻ ഗ്രെയിൻസിന് വിളിക്കുന്ന മറ്റൊരു ടേമാണ് മൈക്രോസ്പോർ. അത് ആന്തറിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്യുക, വിത്തിൻ ദ ആന്തർ ഓഫ് ദ സ്റ്റേമൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരിക ഏതാണെന്നറിയോ? ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ആൻ ആന്തർ. ഇതാണ് അടുത്ത ഡയഗ്രമാറ്റിക്. ഓക്കെ 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 അബിവിയ ഓക്കെ ഹായ് അബിവി. അപ്പം നോക്കുക, ആന്തറിൻ്റെ സ്ട്രക്ചറാണ് ചോദിക്കുന്നത്. അപ്പം ആന്തറിൻ്റെ സ്ട്രക്ചർ ചോദിക്കുമ്പം എങ്ങനെയാണ് മക്കളെ നമുക്ക് എഴുതാൻ പറ്റുക? വാട്ട് യു ക്യാൻ പ്രസൻറ്റ് ഓൺ ദ പേപ്പർ. അപ്പോൾ ഈ ഡയഗ്രാം എല്ലാം ഒന്നും വരയ്ക്കണ്ട. ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ലേബൽ ചെയ്യാൻ പഠിക്കുക. ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ട് എപ്പിഡെമിസ്, അത് കഴിഞ്ഞാൽ എൻഡോത്തീസിയം, അത് കഴിഞ്ഞാൽ മിഡിൽ ഐസ്, അത് കഴിഞ്ഞാൽ മൈക്രോസ്പോർ മദർ സെൽസ്, ആൻഡ് അറ്റ് ലാസ്റ്റ് ടപ്പീറ്റം. കണ്ടോ? അപ്പോൾ ഇത്രയും മാർക്കിങ്സ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ദ ഔട്ടർ 3 wall layers എന്ന് പറയുന്ന ആരാ? എപ്പിഡെമിസ്, എൻഡോത്തീസിയം, മിഡിൽ ഐസ്. എന്താ ചെയ്യുന്നത് അവർ? പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഡെഹിസൻസ് ഓഫ് ആന്തർ. അപ്പോൾ എന്താ ചെയ്യുക? പ്രൊട്ടക്ഷൻ ടു ദ ആന്തർ. പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നർമോസ്റ്റ് വോൾ ആരാ? ടപ്പീറ്റം. അവരെന്താ ചെയ്യുന്നത്? നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. വളർന്നു വരുന്ന പോളൻ ഗ്രെയിൻസിന് ന്യൂട്രീഷൻ കൊടുക്കുക. മാത്രമല്ല ടപ്പീറ്റത്തിൻ്റെ പെക്യുലാരിറ്റി ഡെൻസ് സൈറ്റോപ്ലാസം, ഒരുപാട് സൈറ്റോപ്ലാസം ഉണ്ട് എന്ന് മാത്രമല്ല, ദേ കണ്ടെയ്ൻ മോർ ദാൻ വൺ ന്യൂക്ലിയസ്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണം. NCERTയിൽ ഒരു ഡയഗ്രാം കൂടെ നിങ്ങൾക്ക് കാണാം. ആന്തർ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഡയഗ്രാം. അപ്പോൾ ഇത് ഡെഹിസൻസ് ഓഫ് ആന്തർ എന്ന് പറയും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടില്ല. എന്താണ് മൈക്രോസ്പോറോജെനസിസ്? അപ്പം മൈക്രോസ്പോറോജെനസിന്റെ ഡെഫിനിഷൻ അറിയാം. ഈ മൈക്രോസ്പോർ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ്. ഈ പോളൻ ഗ്രെയിൻ നമ്മൾക്ക് വേറൊരു പേരും കൂടെ കൊടുക്കാം. മെയിൽ ഗമീറ്റ് ഉണ്ടാക്കുന്ന പാർട്ട്, മെയിൽ ഗെമിറ്റോഫൈറ്റ് എന്ന് വിളിക്കും. അപ്പം മൈക്രോസ്പോറോജെനസിന്റെ ഡെഫിനിഷൻ കിട്ടണം. എന്താണ് മൈക്രോസ്പോറോജെനസിന്റെ ഡെഫിനിഷൻ കിട്ടണം? സ്റ്റേമൻ്റെ ഉള്ളിൽ എവിടെയാണ് ഇത് ഉണ്ടാവുന്നത്? അപ്പം ഞാൻ പറയും മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് മൈക്രോസ്പോർസ് ആർ ഫോംഡ് ഫ്രം എ പൊള്ളൻ മദർ സെൽസ്, PMC. പോളൻ ഗ്രെയിൻ്റെ അമ്മയാണ് മമ്മി ഓഫ് പോളൻ ഗ്രെയിൻ ഇസ് പൊള്ളൻ മദർ സെൽസ്. എങ്ങനെ ഇത് ഫോം ചെയ്യാം? ത്രൂ മിയോസിസ്. ഇറ്റ്സ് കോൾഡ് മൈക്രോസ്പോറോജെനസിസ്. അപ്പോൾ നോക്കൂ മക്കളെ, അങ്ങനെയാണെങ്കിൽ മൈക്രോസ്പോറോജെനസിന്റെ ഡെഫിനിഷൻ നോക്കാം. മൈക്രോസ്പോറോജെനസിസ് ചോദിച്ചാൽ എൻ്റെ കുട്ടികൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യും. The other name of pollen grain is male gametophyte. ഓക്കെ ആണോ? ഓക്കെ.
അങ്ങനെയെങ്കിൽ സ്റ്റേമൻ ഒരു ചെറിയ പ്രൊജക്ഷനാണ്. അത് ഇലോങ്ങേറ്റ് ചെയ്യും. ടിപ്പ് ബിക്കംസ് ഫോലോഡ്. അത് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഇതാണ് ഫിലമെന്റ്. ആ ഫിലമെന്റിൽ 4 ലോബ്സ് ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇതൊരു ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്, ഇത് മൂന്നാമത്തെ ലോബ്, ഇത് നാലാമത്തെ ലോബ്. ഇങ്ങനെ 4 ലോബുകളാണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി കാണിക്കാം. ഇതൊരു ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്, ഓക്കെ, ഇത് മൂന്നാമത്തെ ലോബ്, ഇത് നാലാമത്തെ ലോബ്. ഇങ്ങനെ 4 ലോബുകൾ. ഓരോ ലോബുകളെയും നമ്മൾ എന്ത് വിളിക്കും? ഓരോ ലോബ്, ഓക്കെ, ഓരോ ലോബുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൈക്രോസ്പൊറാൻഷ്യം. അപ്പൊ വണ്ടർ ബോയ് മൈക്രോസ്പൊറോജനസിന് ഡെഫിനിഷൻ കഴിഞ്ഞിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഓരോ ലോബിനെയും മൈക്രോസ്പൊറാൻഷ്യം എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ മൈക്രോസ്പൊറോജനസിസ് ചോദിക്കുമ്പം ഇത് മാത്രമല്ല, ഇനിയുമുണ്ട്. ഈ മൈക്രോസ്പൊറോജനസിസ് ഇതിൻ്റെ അമ്മ മൈക്രോസ്പോ മദർ സെൽ അഥവാ പൊള്ളൻ മദർ സെൽ. ഈ പൊള്ളൻ മദർ സെൽ ഡിപ്ലോയിഡ് ആണ്. മൈക്രോസ്പോ മദർ സെൽ മിയോസിസ് നടക്കും. 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോസ് ടെട്രോഡ് കണ്ടീഷനിൽ ഫോം ചെയ്യും. ഇവർക്കൊരു കോമൺ വാൾ ഉണ്ട്, കാലോസ്. മെച്യൂർ ആയി കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ഡിസോസിയേറ്റ് ചെയ്ത് they will release. This is actually microsporogenesis. അപ്പോൾ മൈക്രോസ്പോറോജനസിസ് ചോദിച്ചാൽ ഇത്രയും എഴുതണം. and you have to observe the pollen tetrad also. ഇതാണ് പോളൻ ടെട്രാഡ്. കണ്ടോ? അപ്പം മൈക്രോസ്പോറോജനസിസ് ചോദിച്ചാൽ ഇത്രയും എഴുതണം. ഇതാണ് പോളൻ ടെട്രാഡ്. അപ്പോൾ പോളൻ മദർ സെൽ undergo meiosis to form 4 haploid pollen grains or microspores, which later becomes mature and released from the anther. ഇതാണ് പോളൻ ടെട്രാഡ്. CBSE ബോർഡ് എക്സാമിനേഷന് ഇത്രയും എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അതേസമയം കേരള ബോർഡിൽ ഇതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് സെന്റൻസ്. അപ്പം മൈക്രോസ്പോറോജനസിസ് നമ്മൾ അവസാനിച്ചു. അപ്പം നമ്മളോട് ചോദിക്കുക, അവര് എന്താ ചോദിക്കുക? നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ആർ പോളൻ സാക്സ്, വേർ ആർ ദേ ഫൗണ്ട്? അപ്പം നമ്മൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതാൻ എന്താ? പോളൻ സാക്സ് എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വാട്ട് ആർ പോളൻ സാക്സ്. പോളൻ സാക്സ് ചോദിച്ചാൽ നമ്മൾ കൃത്യമായി ആൻസർ ചെയ്യണം. എന്താ കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ടത്? പോളൻ സാക്സ് നമ്മൾ പറഞ്ഞു. കണ്ടോ മൈക്രോസ്പൊറാൻഷ്യത്തിൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ആ മൈക്രോസ്പൊറാൻഷ്യത്തിൻ്റെ മറ്റൊരു ടേമാണ് പൊള്ളൻ സാക്ക്. മൈക്രോസ്പൊറാൻഷ്യത്തിൻ്റെ, ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ പൊള്ളൻ സാക്കിൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതേണ്ടത്. വീണ്ടും നോക്കുക, ആന്തറിൻ്റെ സ്ട്രക്ചർ വരച്ച് അതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതാണ് എഴുതുന്നത്. ഓക്കെ, ഇതാണ് എഴുതുന്നത്. കണ്ടോ? സ്ട്രക്ചർ ഓഫ് ആന്തർ. ഇത്രയും പാർട്സ് ലേബൽ ചെയ്യണം. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതാണ് സാധാരണ ചോദിക്കുക, ഡിഫൈൻ മൈക്രോസ്പോറോജനസിസ്. അപ്പം മൈക്രോസ്പോറോജനസിസ് തന്നാൽ എന്താണ് എൻ്റെ കുട്ടികൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്? എൻ്റെ കുട്ടികൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇത്രയും എഴുതണം. എത്രയും എഴുതണം? മൈക്രോസ്പോറോജനസിന്റെ ഡെഫിനിഷൻ തുടങ്ങി ഇത് കണ്ടോ, ഇത് എഴുതണം ഫസ്റ്റ് പോയിന്റ്, ഇത് എഴുതണം സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് ആയിട്ട് ഇത് എഴുതണം, ഫോർത്ത് പോയിന്റ് ആയിട്ട്. ഇത്രയും കാര്യങ്ങൾ മൈക്രോസ്പോറോജനസിൽ ഡെഫിനിഷൻ ആയിട്ട് എഴുതണം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ മൈക്രോസ്പോറോജനസിസ് വഴി മൈക്രോസ്പോർ അഥവാ പോളൻ ഗ്രെയിൻ ഫോം ചെയ്തു. ആൻഡ് ദീസ് ആർ ദ ഫോട്ടോഗ്രാഫ്സ് ഓഫ് സം പോളൻ ഗ്രെയിൻസ്. ഇതാണ് പോളൻ ഗ്രെയിൻസിന്റെ ഫോട്ടോഗ്രാഫ്സ്. നല്ല ഭംഗിയുള്ള പോളൻ ഗ്രെയിൻസിന്റെ ഫോട്ടോഗ്രാഫ്. നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ ചോദിക്കും. അപ്പൊ പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ പോളൻ ഗ്രെയിൻ.
പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ മെച്യൂർ ആവുന്ന സമയത്ത് പറയുന്നതിനേക്കാളും മുമ്പ് പോളൻ ഗ്രെയിൻ ഇസ് സ്ഫെറിക്കൽ ഇൻ സ്ട്രക്ചർ. ഇവർക്ക് 2 ലെയേഴ്സ് ഉണ്ട്. ഒരു ഔട്ടർ ലെയറും ഉണ്ട്, ഒരു ഇന്നർ ലെയറും ഉണ്ട്. യു ഗെറ്റ് ഇറ്റ്? ഒരു ഔട്ടർ ലെയറും ഉണ്ട്, ഒരു ഇന്നർ ലെയർ. ഔട്ടർ ലെയറിന് നമ്മൾ കൊടുക്കുന്ന ടേം ആണ് എക്സൈം. ഇന്നർ ലെയറിന് നമ്മൾ എന്ത് ടേം കൊടുക്കും? ഇന്നർ ലെയറിന് നമ്മൾ കൊടുക്കുന്ന ടേം ആണ് ഇൻടൈം. യു നോ ദാറ്റ് എക്സൈം ഇസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് പാർട്ട്. എക്സൈൻ ഇസ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് പാർട്ട്. ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് മോസ്റ്റ് റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ സ്പോറോപൊളിൻ. മോസ്റ്റ് റെസിസ്റ്റന്റ് ബയോളജിക്കൽ മെറ്റീരിയൽ സ്പോറോപൊളിൻ. യു ഗോട്ട് ഇറ്റ്? അതേസമയം ഇൻടൈൻ ഉണ്ടാക്കിയിരിക്കുന്നതോ? ഇൻടൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് തിൻ സെല്ലുലോസ് ആണ്, മേഡപ്പ് ഓഫ് പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ്. പെക്ടോസെല്ലുലോസ്. ഏതാ കൊടുക്കുക? പെക്ടോസെല്ലുലോസ്. അപ്പോൾ നമ്മൾ ഇൻടൈൻ ഇസ് മേഡപ്പ് ഓഫ് പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ്. എക്സൈൻ ഇസ് മേഡപ്പ് ഓഫ് സ്പോറോപൊളിൻ. യു ഗോട്ട് ഇറ്റ്? കഴിഞ്ഞില്ല. Again, pollen grain when mature consists of 2 cells. Which are the 2 cells? A large vegetative cell and small generative cell. And you can see, നിങ്ങൾക്ക് കാണാം, വെജിറ്റേറ്റീവ് സെൽസിന്റെ ന്യൂക്ലിയസ് നോക്ക്, ജനറേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ് നോക്ക്. രണ്ടും ഇറഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയസ്. ഓക്കെ? രണ്ടും ഇറഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു ന്യൂക്ലിയസിന്റെ ഷേപ്പ്, സൈസ്. അപ്പോൾ അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഡിവിഷൻ വഴിയാണ് ഇത് ഉണ്ടാകുന്നത്. ഇപ്പൊ 2 സെൽ സ്റ്റേജിലാണ് എപ്പോഴും പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുക. 2 സെൽ സ്റ്റേജ്. അപ്പോൾ ഒരിക്കലും മറക്കാതെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്കൊരു അടിപൊളി ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ആ അടിപൊളി ക്വസ്റ്റ്യൻ? ഈ സ്പോറോപൊളിൻ കൊണ്ടാണ് എക്സൈൻ ഉണ്ടാക്കിയത്. ദ എക്സൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളിൻ. And do you think that is there any importance for sporopollen? അതല്ലെങ്കിൽ sporopollen can be, അല്ലെങ്കിൽ pollen grains can well preserved in fossils. Why? Pollen grains can well preserve in fossils. Why? അപ്പോൾ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് പോകും. It is one of the most resistant organic material. Second thing is it can withstand ഏത് ടെമ്പറേച്ചറിലും ആസിഡിൽ കൊണ്ടിട്ടാലും അൺബ്രേക്കബിൾ, അൺബീറ്റൺ, നമ്മുടെ റോക്കി ബൈനെ പോലെ. അങ്ങനെയെങ്കിൽ there is no enzyme in the entire biological world which can degrade this enzyme. ഈ ഒരു സ്പോറോപൊളിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈമും ഇതുവരെ ഭൂമിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. മേ ബി ദൈവം പുതിയൊരു എൻസൈമിനെ ഉണ്ടാക്കുമോ ഇല്ലയോ? ക്വസ്റ്റ്യൻ ഇതാണ്. Pollen grains are well preserved as fossils because of the presence of sporopollen. അപ്പോൾ സ്പോറോപൊള്ളിൻ ഉള്ളതുകൊണ്ട് well preserved as fossils. അപ്പോൾ it can protect the pollen grains from external factor. Sahil, you said the right thing. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആയല്ലോ. വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ? Do you think that pollen grains have merits and demerits? Like, is there any uses for pollen grains? അങ്ങനെയെങ്കിൽ നമ്മൾ എന്തു പറയും? അപ്പൊ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ pollen grains in importance ആണ്. Significance of pollen grains. അപ്പൊ നമ്മൾ പറയും pollen grains are nutrient rich. Second thing, food supplement ആയിട്ട് യൂസ് ചെയ്യും. Third thing, western countries-ലാണ് pollen tablets ആയിട്ടും സിറപ്സ് ആയിട്ടും അവൈലബിൾ ആണ്. The last thing is they used as an energy drink athletes and rising horses. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ യൂസസ് ആണ്. ആരുടെ? പോളൻ ഗ്രെയിൻസ്. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ യൂസ് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നോക്കൂ മക്കളെ. അപ്പോൾ ഇത് പോളൻ ഗ്രെയിനിന്റെ സിഗ്നിഫിക്കൻസ് ആണ്, ഇമ്പോർട്ടൻസ്, മെറിറ്റ്സ്. ഇപ്പൊ പോളൻ ഗ്രെയിൻസിന് എന്തെങ്കിലും ഡീമെറിറ്റ്സ് ഉണ്ടോ മക്കളെ? യെസ്, there is. പോളൻ അലർജി ഉണ്ടാക്കും. പോളൻ ഗ്രെയിൻസ് അലർജിക് ആവും.
ഡീമറിറ്റ്സ്. ആ ഡീമറിറ്റ്സ് നോക്ക്, സെവിയർ അലർജി, ബ്രോങ്കിയൽ അഫ്ലിക്ഷൻസ്, ആസ്മ, ബ്രോങ്കൈറ്റിസ്. പാർത്തീന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അതർവൈസ് നോൺ ആസ് കാരൻ ഗ്രാസ്. ഓക്കെ, അപ്പോൾ പാർത്തീനിയം reached India along with an important wheat from Mexico. മെക്സിക്കോയിൽ നിന്നും വന്നാണ്. become ubiquitous means എല്ലാ സ്ഥലത്തും കാണാൻ തുടങ്ങി. and causes pollen allergy. അപ്പോൾ ഈ ഒരു യൂസ് ആൻഡ് മിസ്യൂസ് അറിയണം. ഒരു കാര്യം കൂടെ പറഞ്ഞ മൈക്രോസ്പോർജൻസിസ് അവസാനിപ്പിക്കാൻ പോവാണ്. ഏതാണ് ടീച്ചറെ ആ കാര്യം? ദാറ്റ് ഇസ് pollen viability. pollen grain ഒരു എബിലിറ്റി ഉണ്ട് to remain fertile. അതാണ് pollen viability. So it's the ability of a pollen grain to remain fertile. അപ്പോൾ pollen viabilityയുടെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ നമ്മൾ പറയും cereals, that is rice and wheat, pollen grains lost viability within 30 minutes. 30 മിനിറ്റ് കഴിഞ്ഞാൽ റൈസിൽ pollen grains-ന്റെ ഫെർട്ടിലിറ്റി കപ്പാസിറ്റി ലോസ്. അതേപോലെ തന്നെ റോസേസി, ലെഗുമിനോസി ആൻഡ് സോളനേസി, they maintain viability for months. They remain fertile. But do you think that pollen grains can store like seeds? Seed പോലെ pollen grains സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ എഴുതണം യെസ്, എഴുതാൻ പറ്റും, നിങ്ങൾ എഴുതാൻ പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന പോലെ നിങ്ങൾ പറയും യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. Large number of species years in liquid nitrogen at minus 196 degrees Celsius. minus 196 degrees Celsius. You got it? അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പൊള്ളൻ മദർ സെൽ, ടെട്രാഡ് pollen grain വെജിറ്റേറ്റീവ് സെൽ. ഇവിടെ ഒരു സെല്ല് വേണ്ടേ? And what will be the name of that cell? Generative cell. അങ്ങനെയാണെങ്കിൽ നോക്കി, എക്സൈനും ഇൻറ്റൈനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടുമോ? കിട്ടണം, കിട്ടിയേ പറ്റൂ. അപ്പോൾ നമ്മൾ പറയും the outer layer of pollen grain is made up of exine and it's composed of sporopollen while the inner part is intine made up of pectin and cellulose. അങ്ങനെയെങ്കിൽ വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. ഏതാണ് ആ ക്വസ്റ്റ്യൻ? pollen grains are generally shed at 2-cell stage. ഏത് 2-cell stage? ഏതാണ് 2-cell stage? അപ്പം ഞാൻ അതിൻ്റെ ആൻസറിലേക്ക് പോയി. ഓക്കെ, ആ സാഹിൽ കറക്റ്റാണ്. ദ കപ്പാസിറ്റി ഓഫ് ദ pollen to live, grow and germinate or develop. അതാണ് pollen viability. അങ്ങനെയാണെങ്കിൽ pollen grains 2-cell സ്റ്റേജിലാണ് റിലീസ് ചെയ്യുക. എ ലാർജ് വെജിറ്റേറ്റീവ് സെൽ, ഒരു സ്മോൾ ജനറേറ്റീവ് സെൽ. കണ്ടോ? എ ലാർജ് ജനറേറ്റീവ് സെല്ലും ഒരു സ്മോൾ വെജിറ്റേറ്റീവ് സെൽ. ഈ രണ്ട് സെൽ സ്റ്റേജിലാണ് എപ്പോഴും pollen grains റിലീസ് ചെയ്തു പോകും. 2-cell stage. ഓക്കെ, അപ്പം നോക്കുക മക്കളെ, ഈ ഒരു കാര്യം മറക്കരുത്. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മറക്കാതെ നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, കിട്ടുമോ എന്ന് നോക്കുക. ഡിഫൈൻ ക്രയോ പ്രിസർവേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാം. എങ്ങനെയാണ് ടീച്ചർ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക? ദിസ് ഇസ് ദ ആൻസർ. ഇറ്റ് ഈസ് പോസിബിൾ. ക്രയോ പ്രിസർവേഷൻ ചോദിച്ചാൽ പോസിബിൾ ടു സ്റ്റോർ pollen grains in liquid nitrogen at minus 196 degrees Celsius. ഈ ഒരു ക്രയോ പ്രിസർവേഷൻ്റെ ആൻസർ ആണെങ്കിൽ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ 2023 CBSEയുടെ ബോർഡ് എക്സാമിനേഷനിൽ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ്, നിങ്ങൾ മറക്കരുത്. ഈ ചോദ്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ അതോടുകൂടി മൈക്രോസ്പോറോജനസിസും
മൈക്രോസ്പോറോജനസിസും അതേപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അവസാനിച്ചു. അങ്ങനെയെങ്കിൽ നോക്കൂ, മെഗാസ്പോറോജനസിസ് എന്ന സെക്കൻഡ് പാർട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ദ സെക്കൻഡ് പാർട്ട് ഇസ് മെഗാസ്പോറോജനസിസ്. ഇപ്പം മെഗാസ്പോറോജനസിസ് എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് കണക്റ്റ് ആണ്. ദിസ് ഇസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ ഫസ്റ്റ് ഓഫ് ഓൾ പിസ്റ്റിലിനെ കുറിച്ച് പഠിക്കണം. അതിനുശേഷം മെഗാസ്പോറോജനസിസിനെ കുറിച്ച് പഠിക്കണം. അതിനുശേഷം എംബ്രിയോ സാക്ക് അറിയണം. ഓക്കെ, എംബ്രിയോ സാക്ക് അറിയണം. അങ്ങനെയെങ്കിൽ പിസ്റ്റിലിന്റെ മറ്റൊരു ടേമാണ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് കാർപ്പൽ. മെഗാസ്പൊറാജിനത്തിന്റെ മറ്റൊരു പേരാണ് ഓവ്യൂൾ. എംബ്രിയോസാക്കിന്റെ മറ്റൊരു പേരാണ് ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ്. കണ്ടോ, ഗൈനീഷ്യം, ഓവ്യൂൾ ആൻഡ് ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ്. അപ്പൊ ആരാ ഗൈനീഷ്യം? ഗൈനീഷ്യം ഇസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഓവ്യൂളിനെ കുറിച്ച് അറിയണം, ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് അറിയണം. നിങ്ങളോട് കഴിഞ്ഞ തവണ ചോദിച്ചൊരു ചോദ്യം ഞാൻ പറയാൻ പോവാണ്. ഒരു പിസ്റ്റലിൽ എത്ര പാർട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 പാർട്സ്. 3 പാർട്സ്. സ്റ്റിഗ്മ, സ്റ്റൈല്, സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. സ്റ്റിഗ്മ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാൻ, സ്റ്റൈൽ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് പാർട്ട്, ഓവറി എന്ന് പറയുന്നത് ബേസൽ പാർട്ട്. അപ്പൊ പോളൻ ഗ്രെയിൻസ് വന്ന് ഡസ്റ്റ് ചെയ്യുന്ന പാർട്ട് ഏതാ? ബേസൽ ബൾജ് പോർഷനാണ് ഈ ഓവറി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കാർപ്പൽസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് അറിയണം. ഇതാണ് കാർപ്പൽസിന് എക്സാമ്പിൾ. അപ്പൊ 2 ടൈപ്പ് കാർപ്പൽസ്. ഈ കാർപ്പൽസിന്റെ പെക്യുലാരിറ്റി എന്താ? ആദ്യത്തെ കാർപ്പലിന്റെ പ്രത്യേകത, ഇത് രണ്ടും മൾട്ടി കാർപ്പിൽ അറിയാം. ഇത് രണ്ടും മൾട്ടി കാർപ്പിൽ അറിയാം. കണ്ടോ, ഒന്നിൽ കൂടുതൽ കാർപ്പലുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇത് സിൻകാർപ്പസ് ആണ്, യുണൈറ്റഡ് കാർപ്പൽ. ഇത് ഫ്രീ ആയിട്ടുള്ള കാർപ്പലാണ്, എപ്പോകാർപ്പൽ. അപ്പൊ ഏതാ സിൻകാർപ്പസ്, ഏതാ എപ്പോകാർപ്പസ്? അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ സ്ട്രക്ചർ ഓഫ് ദ ഓവ്യൂൾ? ഓവ്യൂൾ അറിയണമെങ്കിൽ നമുക്ക് ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ, ആ ഓവറിയുടെ ഉള്ളിലായിട്ട് ഓവ്യൂൾ. അങ്ങനെയെങ്കിൽ ഓവ്യൂളിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ഓവ്യൂൾ ആൻഡ് ലേബൽ ദ പാർട്സ്. ഇങ്ങനെ ചോദിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് കിട്ടുമോ? ഡ്രോ 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 the structure of ovule and label the parts. Let's label the parts. ഇതാണ് ഓവ്യൂൾ. ഇതാണ് ഓവ്യൂൾ. അപ്പൊ ഈ ഓവ്യൂളിന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ ഓവ്യൂളിന്റെ നെയിം തന്നെ അനാട്രോപ്പസ് ഓവ്യൂൾ. അനാട്രോപ്പസ് ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഓവ്യൂൾ എന്നാണ്. ഇൻവേർട്ടഡ് ഓവ്യൂൾ. ഓക്കെ, വണ്ടർബോയ്, ഞാൻ പറഞ്ഞല്ലേ, ടീച്ചർ എന്താണോ പറയുന്നത് അത് ചോദ്യമായി വരും. CBSE ബോർഡിൽ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസേ വരൂ. ഇത് എൻ്റെ വാക്കാണ്. സോ യു ചെക്ക് ഇറ്റ് ഓൺ യുവർ മൈൻഡ് ദാറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഇപ്പം മോഡൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഒരു ക്ലാസ് ഒന്ന് കണ്ടുകൂടായിരുന്നു? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവ്യൂളിലെ സ്ട്രക്ചർ എടുത്താൽ ഇൻവേർട്ടഡ് ഓവ്യൂൾ, അനാട്രോപ്പസ് ഓവ്യൂൾ. ആൻജിയോസ്പെർമിന്റെ ഓവ്യൂൾ ഇൻവേർട്ടഡ്. ഈ ഓവ്യൂളിന് 2 പാർട്സ് ഉണ്ട്, ഒരു സ്റ്റോക്ക്, ഒരു ബോഡി ഉണ്ട്. സ്റ്റോക്കിനെ ഞാൻ കൊടുക്കുന്ന ടേമാണ്
ഫ്യൂണിക്കിൾ. ബോഡിക്ക് ഞാൻ പേരൊന്നും കൊടുക്കുന്നില്ല. ഈ ഫ്യൂണിക്കിൾ ബോഡിയുമായി ടച്ച് ചെയ്യുന്ന ഹൈലം. ഇതിന് 2 ഓപ്പണിംഗ് ഉണ്ട്, മൈക്രോപൈലാർ പോളും ചലാസൽ പോളും. മൈക്രോപൈലാർ പോളിൽ ഓപ്പണിംഗ് ഉണ്ട്, മൈക്രോപൈൽ. ഇതിന് 2 കവറിങ്സ് ഉണ്ട്, ഔട്ടർ ഇൻഡിഗ്യുമെന്റും ഇന്നർ ഇൻഡിഗ്യുമെന്റും. ഇതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഉണ്ട്, ന്യൂസെല്ലസ്. ആ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ ആരുണ്ട്? എംബ്രിയോ സാക്ക്. ആ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ വെരി 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 ഇമ്പോർട്ടൻറ്റ് മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിനെ നമ്മൾ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുക. എംബ്രിയോ സാക്ക്. ഇപ്പൊ 2 എൻഡിനെ കുറിച്ച് പറഞ്ഞു, ചലാസൽ എൻഡും മൈക്രോപൈലാർ എൻഡും. അതിൽ ചലാസൽ എൻഡിൽ ആന്റിപോഡൽസ്, എത്ര ആന്റിപോഡൽസ് ഉണ്ട്? 3. കണ്ടോ? 3 ആന്റിപോഡൽസ്. നെക്സ്റ്റ് കംസ് മൈക്രോപൈലാർ എൻഡിൽ സൈനർജിഡും ഉണ്ട്, എക്സെല്ലും ഉണ്ട്. ഒരു എക്സെല്ലും 2 സൈനർജിഡും. അപ്പോൾ ഓൾ ടുഗദർ 3 ആയി. ദെൻ 2 പോളാർ ന്യൂക്ലിയസ്. എത്ര പോളാർ ന്യൂക്ലിയസ്? 2. അപ്പൊ ഇതെല്ലാം ന്യൂക്ലിയസ് ആണ്. 3, 2, 3. അപ്പൊ ടോട്ടൽ 8 ന്യൂക്ലിയസ്. ഓക്കെ. ആന്റിപോഡൽസിന് ചുറ്റും സെല്ല് ഫോം ചെയ്യും. അപ്പൊ ആന്റിപോഡൽസിന് ചുറ്റും സെല്ല് ഫോം ചെയ്യുന്നുണ്ട് 3 സെൽ. പോളാർ ന്യൂക്ലിയസിന് ചുറ്റും എ സിംഗിൾ സെൽ ഇസ് പ്രസന്റ്. അതാണ് സെൻട്രൽ സെൽ, 1 സെൽ. ദെൻ എഗ്ഗിന് 1 സെൽ. ഇവിടെ എഗ്ഗും ഈ സൈനോജിസും കൂടെ കൂടിയിട്ട് 3 സെൽ. അപ്പൊ ടോട്ടൽ 3 + 1 7 സെൽ. അപ്പൊ നമ്മുടെ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് അഥവാ പോളൻ ഗ്രെയിൻ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് അഥവാ എംബ്രിയോ സാക്കിന് 7 സെല്ലും 8 ന്യൂക്ലിയസും ആണ്. 7 സെൽ ആൻഡ് 8 ന്യൂക്ലിയസ്. 7 സെല്ലും 8 ന്യൂക്ലിയസും ആണ് മക്കളെ. 7 സെൽ ആൻഡ് 8 ന്യൂക്ലിയസ്. അപ്പൊ ഇത് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നൊരിതാണ്, എക്സ്പ്ലെയിൻ ദ 3 മെയിൻ പാർട്സ് ഓഫ് എ പിസ്റ്റൽ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് CBSEയുടെ ബോർഡ് എക്സാമിനേഷനിൽ വന്നാൽ പിന്നെ ഒന്നും ചിന്തിക്കരുത്. ആ 3 ക്വസ്റ്റ്യൻ നോക്ക്. സ്റ്റിഗ്മ എഴുതണം, സ്റ്റൈൽ എഴുതണം, ഓവർ ചെയ്യണം. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവർ. ഓക്കെ. വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ, ലേബൽ ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാലോ, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഈ ഫിഗർ നോക്കുക. ഈ ഫിഗർ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഈ ഫിഗർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. ഐഡന്റിഫൈ ദ പാത്ത് ABC, അതേപോലെ തന്നെ ഫങ്ഷൻ ഓഫ് C. അപ്പൊ A എന്താ എന്ന് ചോദിച്ചാൽ A നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. A എന്താ? A എന്ന് പറയുന്നത് നമ്മൾ ഡയഗ്രം പറഞ്ഞപ്പം ഫ്യൂണിക്കിൾ പറഞ്ഞിരുന്നു. അപ്പൊ സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ ആണ് A. സോ ഫ്യൂണിക്കിൾ. B എന്താ? ആ ഓപ്പണിംഗ് ആണ്, മൈക്രോപൈൽ. C എന്താ? ഇൻഡിഗ്യുമെന്റ്. ഒന്നെങ്കിൽ ഔട്ടർ ഇൻഡിഗ്യുമെന്റ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇൻഡിഗ്യുമെന്റ്. ക്വസ്റ്റ്യൻ വരുന്നത് സീന്റെ ഫംഗ്ഷനാണ്. അപ്പൊ സീന്റെ ഫംഗ്ഷൻ, ഇൻഡിഗ്യുമെന്റിന്റെ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ. കണ്ട, സീന്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ? ഇസ് ഇറ്റ് ഓക്കെ? അപ്പൊ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടില്ല. മെയിൻ ക്വസ്റ്റ്യൻ ഏതാ? ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഡയഗ്രം, ദെൻ നമ്പർ ഓഫ് സെൽസ് ആൻഡ് ന്യൂക്ലിയസ്. അപ്പൊ ഡയഗ്രം ഒബ്സർവ് ചെയ്താൽ ഉടനെ എഴുതണം ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ്.
ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ്. എത്ര സെൽ, എത്ര ന്യൂക്ലിയസ്? 7 സെൽ. എത്ര ന്യൂക്ലിയസ്? 8 ന്യൂക്ലിയസ്. അങ്ങനെയാണെങ്കിൽ മെഗാസ്പോറോജെനസിന്റെ മെയിൻ പാർട്ടിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. എന്താണ് മെഗാസ്പോറോജെനസിസ്? അപ്പം മെഗാസ്പോറോജെനസിസ് എന്താന്ന് ചോദിച്ചാൽ ഓവ്യൂളിന്റെ ഡെവലപ്മെന്റ് ആണ്, ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ. ഇതാണ് മെഗാസ്പോറോജെനസിസ്. ഓവ്യൂളിന്റെ ഡെവലപ്മെന്റ് ആണ് അപ് ടു ദ ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ. അപ്പം മെഗാസ്പോറിന്റെ ഫോർമേഷൻ വരെയുള്ള മൊത്തം പ്രോസസ്സിനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയും. അപ്പം മെഗാസ്പോറോജെനസിന്റെ ആ ഒരു സ്റ്റെപ്സ് ചോദിച്ചാൽ എഴുതാൻ പറ്റും. സ്റ്റെപ്സ് ചോദിച്ചാൽ എഴുതാൻ പറ്റുമോ? പറ്റണം. എങ്ങനെയാ സ്റ്റെപ്സ് എഴുതാം? സ്റ്റെപ്സ് വളരെ സിമ്പിൾ. എന്തായിരിക്കും ആ സ്റ്റെപ്സ്? അപ്പൊ ഞാൻ പറയും ദിസ് ഇസ് ദ ഓവ്യൂൾ. ഇതാണ് ഓവ്യൂൾ. ഇതാണ് ഓവ്യൂൾ. അപ്പൊ ഈ ഓവ്യൂളിന്റെ ഉള്ളിലായിട്ട് ഒരു സിംഗിൾ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇതാണ് മെഗാസ്പോ മദർ സെൽ. മെഗാസ്പോ മദർ സെൽ. ഈ മെഗാസ്പോ മദർ സെൽ അണ്ടർഗോ മിയോസിസ്. മെഗാസ്പോ മദർ സെൽ അണ്ടർഗോ മിയോസിസ്. മിയോസിസ് വഴി എന്തുണ്ടായി? 4 ബേബീസ് ഉണ്ടായി. എത്ര ബേബീസ് ഉണ്ടായി? 4 ബേബീസ്. കണ്ടാ? ആ 4 ബേബീസിൽ ജനിക്കുമ്പോഴേ 3 ബേബീസ് മരിച്ചു. ജനിക്കുമ്പോഴേ 3 ബേബീസ് മരിച്ചു. അപ്പോൾ ഫസ്റ്റ് ബേബി, സെക്കൻഡ് ബേബി, തേർഡ് ബേബി, ഫോർത്ത് ബേബി, ഇങ്ങനെ 4 ബേബീസ്, 4 കിഡ്സ്, 4 ബേബീസ്. ഒരു ബേബി മാത്രമേ ജീവനോട് ഇരുന്നുള്ളൂ. ബാക്കി 3 ബേബീസ് മരിച്ചു. ദിസ് ബേബി, ദിസ് ബേബി, ദിസ് ബേബി, 3 ബേബീസ് മരിച്ചു. അപ്പൊ ഔട്ട് ഓഫ് ദ 4 മെഗാസ്പോസ്, ഇത് മെഗാസ്പോസ് ആണ്. ഔട്ട് ഓഫ് ദ 4 മെഗാസ്പോ ഓൺലി 1 മെഗാസ്പോ റീറ്റെയിൻസ്. അതാണ് ഫങ്ഷണൽ മെഗാസ്പോ. അതാണ് ഫങ്ഷണൽ മെഗാസ്പോ. ആ ഫങ്ഷണൽ മെഗാസ്പോറിന് എന്ത് സംഭവിക്കും? ആ ഫങ്ഷണൽ മെഗാസ്പോർ, ദിസ് ഇസ് ദ ഫങ്ഷണൽ മെഗാസ്പോ. ഇതാണ് ഫങ്ഷണൽ മെഗാസ്പോ. ഈ ഫങ്ഷണൽ മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ്. കണ്ടാ? ഈ ഫങ്ഷണൽ മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഫസ്റ്റ് ഡിവിഷൻ. കണ്ടാ? ഫസ്റ്റ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ. ഇപ്പൊ ഫസ്റ്റ് ഡിവിഷനിൽ 2, സെക്കൻഡ് ഡിവിഷനിൽ 4 ആയി. കണ്ട? തേർഡ് ഡിവിഷനിൽ നോക്ക്, ഇറ്റ് ബിക്കംസ് 8. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഡിവിഷൻസ് ആണ്. 3 ഡിവിഷൻസ് ആണ്. ഫസ്റ്റ് ഡിവിഷൻ 3 ഡിവിഷൻസ് ആണ്. ഇങ്ങനെ 3 ഡിവിഷൻസ്. ആ 3 ഡിവിഷൻ കൊണ്ട് എന്ത് സംഭവിച്ചു? ആ 3 ഡിവിഷൻ കൊണ്ട് എന്താ സംഭവിച്ചത്? ആ 3 ഡിവിഷൻ കൊണ്ട് ഇതാ ഫസ്റ്റ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ. ആ തേർഡ് ഡിവിഷൻ കൊണ്ട് 8 സെല്ല്, 8 ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്തു. ഒരിക്കൽ കൂടി ഞാൻ ആ 3ാമത്തെ ഡിവിഷൻ ഒന്ന് കാണിക്കാം. ആ 3ാമത്തെ ഡിവിഷനിൽ സെക്കൻഡ് ഡിവിഷനും കാണിക്കണം. ഇത് കണ്ട? സെക്കൻഡ് ഡിവിഷനിൽ 2 ന്യൂക്ലിയസ്, താഴെയും 2 ന്യൂക്ലിയസ്. 4. 3ാമത്തെ ഡിവിഷനിൽ 8 ന്യൂക്ലിയസ് ആണ്. 1, 2, 3, 4. താഴെയും 4 ന്യൂക്ലിയസ്. കണ്ട? ഇങ്ങനെ 8 ന്യൂക്ലിയസ്. ഇങ്ങനെ 8 ന്യൂക്ലിയസ് ആണ് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറുന്നത്? ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് അഥവാ എംബ്രിയോസാക്ക് ആയിട്ട് മാറുന്നത്. 7 സെൽ ആൻഡ് 8 ന്യൂക്ലിയസ്. ഇസ് ഇറ്റ് ഓക്കെ? അങ്ങനെയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്ക്. എന്താണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് നോക്ക്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാ വരുന്നതെന്ന് നോക്ക്.
ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോളോയിങ് ഇവന്റ്സ് മൈറ്റോസിസും മിയോസിസും നടക്കും. മെഗാസ്പോ മദർ സെൽ, മെഗാസ്പോ എംബ്രിയോസാക് എഗ്. അപ്പോൾ ആദ്യത്തെ ഡിവിഷൻ മിയോസിസ്, മെഗാസ്പോ മദർ സെൽ മിയോസിസ് വഴി, ദെൻ മൈറ്റോസിസ് വഴി എംബ്രിയോസാക്, മിയോസിസ് വഴി എഗ് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കും എന്താണ് പ്ലോയിഡി ഓഫ് ന്യൂസെല്ലസ്, MMC ആൻഡ് മെഗാസ്പോ. ന്യൂസെല്ലസിന്റെ പ്ലോയിഡി എത്രയാന്ന് ചോദിച്ചാൽ ഡിപ്ലോയിഡ് ആണ്, MMC ഡിപ്ലോയിഡ് ആണ്, പക്ഷെ മെഗാസ്പോർ ഹാപ്ലോയിഡ്. മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്. You got it. You got it. You got it. You got it. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക മക്കളെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. വീണ്ടും ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. വീണ്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്താണ് മെഗാസ്പോറോജെനസിസ്? അപ്പം മെഗാസ്പോറോജെനസിന്റെ ഡെഫിനിഷൻ ഒരിക്കലും മറക്കരുത്. മേ ബി ആസ്ക്ഡ് ആസ് എ ക്വസ്റ്റ്യൻ. May be asked as a question. കണ്ട, may be asked. അങ്ങനെയെങ്കിൽ മക്കളെ മെഗാസ്പോറോജെനസിസ് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ കൊടുക്കേണ്ടത്? മെഗാസ്പോറോജെനസിസ് ചോദിച്ചാൽ ഈ ഡയഗ്രം ഒന്നെങ്കിൽ തിയറി ആയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ അടക്കം കൊടുക്കണം. ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ 2 പാർട്ട് അവസാനിപ്പിച്ചു, മൈക്രോസ്പോറോജെനസിസും മെഗാസ്പോറോജെനസിസും. ഇനി പോളിനേഷനിലേക്ക് കയറാൻ പോകും. ദ തേർഡ് പാർട്ട് പോളിനേഷൻ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് പോളിനേഷൻ. അപ്പോൾ എന്താണ് പോളിനേഷൻ? പോളിനേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഡെഫിനിഷനേക്കാൾ പോളിനേഷൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം anther to the flower. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് 3 kinds of pollination. അപ്പോൾ നമ്മൾ പറയും 3 ടൈപ്പ് പോളിനേഷൻ ഉണ്ടാകും. ഏതൊക്കെ? ഓട്ടോഗാമി, ഗൈറ്റനോഗാമി, അതേപോലെ തന്നെ സീനോഗാമി. ഓട്ടോഗാമി, ഗൈറ്റനോഗാമി, സീനോഗാമി. അതിൽ ഓട്ടോഗാമി എന്താ ചോദിച്ചാൽ, ഓട്ടോഗാമി പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ഫ്രം anther to the stigma of the same flower. ഇതാണ് ഓട്ടോഗാമി. Stigma of the same flower. ഇതാണ് ഓട്ടോഗാമി. ഓക്കെ, പോളൻ ഗ്രെയിൻസ് ആന്തർന്ന് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഓട്ടോഗാമി. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഓട്ടോഗാമസ് ഫ്ലവറിനൊരു പെക്യുലാരിറ്റി കാണാം. ചാസ്മോഗാമസ് ഫ്ലവറും ഉണ്ട്, ക്ലീസ്റ്റോഗാമസ് ഫ്ലവറും ഉണ്ട്. എന്താ ക്ലീസ്റ്റോഗാമസ്, എന്താ ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്? അപ്പൊ നമ്മൾ പറയും ഒരിക്കലും തുറക്കാത്ത ഫ്ലവറാണ് ക്ലീസ്റ്റോ, നേരത്തെ തുറക്കുന്നതാണ് ചാസ്മോ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കുക, വയോള ഓക്സാലിസ് ആൻഡ് കൊമലിന. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ക്ലീസ്റ്റോഗാമസും ചാസ്മോഗാമസും ക്ലീസ്റ്റോഗാമസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ചാസ്മോഗാമസിൽ എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അതേസമയം ക്ലീസ്റ്റോഗാമസ് എന്താ? ആന്തറും സ്റ്റിഗ്മയും ഒരിക്കലും തുറക്കാതെ, ഒരിക്കലും ക്ലോസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ചോദിക്കും ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഓട്ടോഗാമസ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഓട്ടോഗാമസ്. അതിന്റെ കാരണം എന്താ? നോ ചാൻസ് ഓഫ് ക്രോസ് പോളിനേഷൻ. അങ്ങനെയാണെങ്കിൽ ഗൈറ്റനോഗാമി എന്താ? ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ. ഒരു പ്ലാന്റ് ആയിരിക്കും പക്ഷെ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ്. ഒരു പ്ലാന്റ് ആയിരിക്കും പക്ഷെ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ക്രോസ് പോളിനേഷൻ സീനോഗാമി എന്താ? 2 ഡിഫറെന്റ് പ്ലാന്റ്സ്. അപ്പൊ 2 വ്യത്യസ്തമായ പ്ലാന്റ് ആണെങ്കിൽ അത് ക്രോസ് പോളിനേഷൻ സീനോഗാമിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ക്വസ്റ്റ്യൻ ഇതിനേക്കാളും കൂടുതൽ വരിക ഏജൻസ് ഓഫ് പോളിനേഷൻ എന്നാണ്. എവിടുന്ന? ഏജൻസ് ഓഫ് പോളിനേഷൻ. ഇപ്പൊ പോളിനേഷന് 2 ടൈപ്പ് ഏജൻസ് ഉണ്ട്, എബയോട്ടിക് ഏജൻസും ഉണ്ട്, ബയോട്ടിക് ഏജൻസും ഉണ്ട്. അതിൽ എബയോട്ടിക് ഏജൻസിൽ ആരാ വരിക? ഗ്രാസ് അടങ്ങുന്ന വിൻഡ്,
അതേപോലെ തന്നെ വാട്ടർ. ബയോട്ടിക് ഏജൻസിൽ ആരാ വരിക? ബയോട്ടിക് ഏജൻസിൽ ആരാ വരിക? എബയോട്ടിക് ഏജൻസിൽ ഞാൻ പറഞ്ഞു വിൻഡും വാട്ടർ. ബയോട്ടിക് ഏജൻസിൽ ഏതാ വരിക? ബയോട്ടിക് ഏജൻസിലെ മെയിൻ ആയിട്ട് ഇൻസെക്ട്സ് ആണ്. ബയോട്ടിക് ഏജൻസിൽ ഇൻസെക്ട്സ് ആണ് കാര്യമായിട്ട് വരിക. അപ്പൊ നമുക്ക് അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്ന് പറയാം. വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന്റെ ഫീച്ചർ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയാം അത് യൂണിസെക്ഷൽ. ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. നിറമില്ല, മണമില്ല, നെക്ടർ ഉണ്ടാക്കില്ല, ആന്ത്രും സ്റ്റിഗ്മയും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, പോളൻ ഗ്രെയിൻസ് വെയിറ്റ് ഇല്ല, കണ്ട വിങ്ഡ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ വിൻഡ് പോളിനേഷൻ്റെ ആണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഗ്രാസ്, മെയ്സ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ടർ പോളിനേഷൻ്റെയോ മോണോകോട്സിലാണ് കാര്യമായി നടക്കുക. ലോവർ പ്ലാന്റ് ഗ്രൂപ്പ്സിൽ വാട്ടറിലൂടെ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അതേസമയം അത് ലോങ് ആണ്, റിബൺ ലൈക്ക് ആണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കും വെള്ളത്തിൽ. അങ്ങനെയെങ്കിൽ നോക്കട്ടെ, വാട്ടർ പോളിനേറ്റഡ് സ്പീഷീസിലെ പോളൻ ഗ്രെയിൻസ് എല്ലാം ഒരു മ്യൂസിലേജനസ് കവറിങ് ഇല്ലാതിരിക്കുന്നു. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ വാട്ടർ പോളിനേഷന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് വാലിസ്നറി. കണ്ട, ഒരു വലിയ എക്സാമ്പിൾ ആണ് വാലിസ്നറി. അങ്ങനെയാണെങ്കിൽ വാട്ടർ പ്ലാന്റ്സിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. വാട്ടർ പ്ലാന്റ്സിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. എന്താണ് ആ പെക്യുലാരിറ്റി നോക്കുക. വാട്ടർ പ്ലാന്റ്സിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. ഇതാണ് ആ പെക്യുലാരിറ്റി. ഏതാണ് ആ പെക്യുലാരിറ്റി? അതായത് വാട്ടർ ഹയാസിന്ത്, കൊളവാഴ, വാട്ടർ ലില്ലി, ഇവർക്കൊരു പെക്യുലാരിറ്റി ഉണ്ട്. ഫ്ലവേഴ്സ് വെള്ളത്തിന്റെ മുകളിലോട്ട് വരും. പക്ഷെ വാട്ടർ ഹയാസിന്തിലും വാട്ടർ ലില്ലിയിലും ഇറ്റ്സ് നോട്ട് പോളിനേറ്റഡ് ബൈ വാട്ടർ. പിന്നെ ആരാ പോളിനേറ്റ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഇൻസെക്ട്സ് അല്ലെങ്കിൽ വിൻഡ്. ഒന്നെങ്കിൽ ഇൻസെക്ട്സ് അല്ലെങ്കിൽ വിൻഡ്. അപ്പൊ ഇവരാണ് പോളിനേറ്റ് ചെയ്യുന്നത്. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇൻസെക്ട് പോളിനേഷനോ, ഇൻസെക്ട് പോളിനേഷന്റെ പെക്യുലാരിറ്റി ലാർജ്, കളർഫുൾ ആണ്, നിറമുണ്ട്, മണമുണ്ട്, നെക്ടർ ഉണ്ട്. ഫ്ലവേഴ്സ് ചെറുതാണെങ്കിൽ എന്തായിട്ട് മാറും? അത് ഇൻഫ്ലോറസൻസ് ആയിട്ട് മാറി അതിനെ വിസിബിൾ ആക്കും. ചില ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ബാഡ് സ്മെല്ല്, ഫൗൾ ഓർഡർ ഉണ്ടാക്കും. എന്തിനു വേണ്ടി? ടു അട്രാക്ട് ആനിമൽസ്. കണ്ട, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഈ ഇൻസെക്ട് പോളിനേഷനെ വിളിക്കുന്ന ഒരു ടേം ഉണ്ട്. ഇൻസെക്ട് പോളിനേഷനെ വിളിക്കുന്ന പേരാണ് എൻഡോമോഫിലി. 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 അങ്ങനെയാണെങ്കിൽ വാട്ടർ പോളിനേഷനെ വിളിക്കുന്ന ടേമോ ഹൈഡ്രോഫിലി. വാട്ടർ പോളിനേഷനെ വിളിക്കുന്ന ടേമാണ് ഹൈഡ്രോഫിലി. അങ്ങനെയാണെങ്കിൽ വിൻഡ് പോളിനേഷനെ വിളിക്കുന്ന ടേമോ, വിൻഡ് പോളിനേഷനെ വിളിക്കുന്ന പേര് ഏതാ? അനിമോഫിലി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ ബോർഡ് എക്സാമുകാർക്ക് ഇത് വേണ്ട സായിലേ. ബോർഡ് എക്സാമിനേഷൻ ഇതൊന്നും വേണ്ട സായിലേ. അപ്പൊ വിൻഡ് പോളിനേഷനെ അനിമോഫിലി എന്നും വാട്ടർ പോളിനേഷനെ ഹൈഡ്രോഫിലി എന്നും ഇൻസെക്ട് പോളിനേഷനെ എൻഡമോഫിലി എന്നും വിളിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ദ എഗ് അപ്പാരറ്റസ്? എഗ് അപ്പാരറ്റസിൽ ആരൊക്കെയാ? ഒരു എക്സെല്ലും 2 സൈനോജിറ്റ്സും അല്ലേ വരിക? ഇതല്ലേ എഗ് അപ്പാരറ്റസ് അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്ക്. കോമൺ എബയോട്ടിക് ഏജന്റ് ആരാ? കോമൺ എബയോട്ടിക് ഏജന്റ് വിൻഡ് ആണ്. അതിൻ്റെ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമല്ലേ? ഇതിൽ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് നോക്കാം. ഏതെങ്കിലും 4 ഫീച്ചേഴ്സ്. അപ്പൊ ഞാൻ പറയും ഏത് ഫീച്ചേഴ്സ് ആണെന്ന് ചോദിച്ചാൽ 1, 2, 3, 4. എത്ര ഈസി ആയിട്ടുള്ള ഫീച്ചേഴ്സാ. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടാവും. ഓക്കെ. വീണ്ടും ഒരു അടിപൊളി ചോദ്യം നോക്ക്. സോസ്റ്ററ ആൻഡ് വാലിസ്നേറിയ, ഇത് വാട്ടർ പോളിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അഡാപ്റ്റേഷൻസ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റേഷൻസ് ചോദിക്കുമ്പം നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോ, നെവർ, നെവർ.
നെവർ മൈ ഡിയർ ടീച്ചർ, നെവർ. ഞങ്ങൾ ആലോചിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. സോസ്റ്ററ വാലിസ്നറിയുടെ അഡാപ്റ്റേഷൻ ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? പോളൻ ഗ്രെയിൻസ് ലോങ് ആണ്, റിബൺ ലൈക്ക് ആണ്, അതേപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ബൈ എ മ്യൂസിലേഷനസ് കവർ. ഇത് എഴുതാൻ പറ്റുമോ എന്ന് എൻ്റെ CBSE കുട്ടികൾ നോക്കിയാൽ മതി. ഇത് എഴുതാൻ പറ്റുമോ എന്ന് എൻ്റെ CBSE കുട്ടികൾ നോക്കിയാൽ മതി. വേറൊന്നും നോക്കണ്ട മക്കളെ. Is it okay? Is it okay? Ready? അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെയും അതേപോലെ തന്നെ വാട്ടർ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെയും പെക്യുലാരിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നേച്ചർ. എന്താണ് നേച്ചറിൻ്റെ ഇൻട്രസ്റ്റ്? വാട്ട് നേച്ചർ ലൈക്സ്? ഓട്ടോഗമി ഓർ ജീനോഗമി? സെൽഫ് പോളിനേഷൻ ആണോ അതോ ക്രോസ് പോളിനേഷൻ? സെൽഫ് പോളിനേഷൻ ആണോ ക്രോസ് പോളിനേഷൻ ആണോ നേച്ചറിന് ആഗ്രഹിക്കുന്നത്? നേച്ചർ എന്താണ് ആഗ്രഹിക്കുന്നത്? വാട്ട് ഈസ് നേച്ചർ? നേച്ചേഴ്സ് ഇൻട്രസ്റ്റ്. വാട്ട് ഈസ് ദ നേച്ചേഴ്സ് ഇൻട്രസ്റ്റ്? അപ്പം നമ്മൾ പറയണം നേച്ചർ ലൈക്സ് ക്രോസ് പോളിനേഷൻ. നേച്ചർ ലൈക്സ് ക്രോസ് പോളിനേഷൻ. അപ്പൊ ക്രോസ് പോളിനേഷന്റെ മറ്റൊരു പേരാണ് ഔട്ട്ബ്രീഡിങ്. ക്രോസ് പോളിനേഷന്റെ മറ്റൊരു പേരാണ് ഔട്ട്ബ്രീഡിങ്. അപ്പൊ ഔട്ട്ബ്രീഡിങ് ഡിവൈസുകൾ ഏതൊക്കെയാണ്? അപ്പൊ ഞാൻ പറയും ആന്തറും സ്റ്റിഗ്മയും മെച്ചുർ അറ്റ് ഡിഫറെന്റ് ടൈംസ്. ആന്തറും സ്റ്റിഗ്മയും വ്യത്യസ്ത പൊസിഷനിലായിരിക്കും. യൂണിസെക്ഷൽ ഫ്ലവേഴ്സും സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അപ്പൊ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ. എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയുടെ ഡെഫിനിഷൻ? അപ്പൊ ഞാൻ പറയും സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ജെനറ്റിക് മെക്കാനിസം. എന്താണ് ഈ ജെനറ്റിക് മെക്കാനിസത്തിന്റെ പ്രത്യേകത? ഇറ്റ് പ്രിവെന്റ്സ് ദ പോളൻ ഗ്രെയിൻ ഫ്രം ഫെർട്ടിലൈസിംഗ് ദ ഓവ്യൂൾ. അതർവൈസ് പോളൻ ഗ്രെയിൻസിന്റെ ജേർമിനേഷൻ തടയും. ജേർമിനേഷൻ തടയും. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക? ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ഡിഫൈൻ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഈ ഒരു ഡെഫിനിഷൻ വന്നാൽ പിന്നെ കണ്ണടച്ച് എഴുതിക്കണം. കണ്ണടച്ചാൽ പിന്നെ എഴുതാൻ പറ്റുമോ ടീച്ചറെ? എഴുതാൻ പറ്റണം. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ചോദിക്കാം. You have to know it. Self incompatibility. സ്വന്തം പൂവിലെ പോളൻ ഗ്രെയിന് ജേർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. That may be asked as a question. That may come for the exam. Yes. അങ്ങനെയെങ്കിൽ മറ്റൊരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഡെവലപ്പ് ഫോർ ഡിസ്കറേജിങ് ഇൻബ്രീഡിങ്. അപ്പൊ ഇൻബ്രീഡിങ് ഡിസ്കറേജ് ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡ്. അപ്പൊ ഇത് ഔട്ട്ബ്രീഡിങ് ഡിവൈസിന്റെ ഡെഫിനിഷനാണ്. അപ്പൊ ഔട്ട്ബ്രീഡിങ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. ഇത്രയും എഴുതിയാൽ തന്നെ മാർക്ക്. അങ്ങനെയെങ്കിൽ ഒരേ ഫ്ലവർ ഒരേ പ്ലാന്റ്സ്, ആ ഫ്ലവറിൽ പോളൻ ഗ്രെയിൻസ് വന്ന് വീണു, മറ്റ് ഫ്ലവേഴ്സിനും പോളൻ ഗ്രെയിൻസ് വന്നു. എങ്ങനെയാണ് ഒരു ഫ്ലവറിന് സ്വന്തം പോളൻ ഗ്രെയിൻ തിരിച്ചറിയാൻ പറ്റും? അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ ആണെന്നാണ് പറയുന്നത്. രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്നാണ് പറയുന്നത്. എങ്ങനെ? ആ മെത്തേഡാണ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ അത് അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണും. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ്. പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ അറിയാനായിട്ട് നോക്കൂ. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് ദ ഫ്ലവർ ഷോയിങ് ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ്. അപ്പൊ ഇതാരാന്ന് ചോദിച്ചാൽ ഇത് പോളൻ ഗ്രെയിനാണ്. ഇതാരാ? ഇത് പോളൻ ഗ്രെയിനാണ്. അപ്പൊ പോളൻ ഗ്രെയിൻ അഥവാ മെയിൽ ഗെമിറ്റോഫൈറ്റ്, പോളൻ ട്യൂബ് ജെർമിനേറ്റിംഗ്, അത് സ്റ്റൈലിലൂടെ ഓവറിയിലെത്തി ഓവിയുള്ളിലെ എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതിനെ ഗൈഡ് ചെയ്യുന്ന ആരാ? ഇതിനെ ഗൈഡ് ചെയ്യുന്നത് ആരാ? ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ആരാ ഗൈഡ് ചെയ്യുക? ഫിലിഫോം അപ്പാരറ്റസ്. അപ്പൊ ഗൈഡ് ചെയ്യുന്നത് ആരാ എന്ന് ചോദിച്ചാൽ ഇവനാണ് ഗൈഡ് ചെയ്യുക. പോളൻ ട്യൂബ് ഓവ്യൂളിലേക്ക് കയറി
സൈനർജിസിനുള്ളിലൂടെ ഗൈഡ് ചെയ്യുന്നത് ഫിലിഫോം അപ്പാരറ്റസ്, ഗൈഡ് ദ എൻട്രി ഓഫ് ദ പോളൻ ട്യൂബ്. അപ്പൊ ഇത് അടുത്ത ചോദ്യമാണ് CBSEയുടെ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്? ഗൈഡ്സ് ദ പോളൻ ട്യൂബ് ടുവേർഡ്സ് ദ ഓവ്യൂൾ, ടുവേർഡ്സ് ദ ഓവ്യൂൾ മക്കളെ, ടുവേർഡ്സ് ദ ഓവ്യൂൾ, ടുവേർഡ്സ് ദ ഓവ്യൂൾ. അപ്പൊ ഇതാണ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. All these events from pollen deposition on the stigma until the pollen tube enters the ovule are together referred to as pollen pistil interaction. ഇതെല്ലാം കൂടെ വരുന്നതാണ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. അപ്പൊ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ മറക്കരുത്. പോളൻ ഗ്രെയിൻസ് ഡിപ്പോസിറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള എല്ലാം പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. അങ്ങനെയെങ്കിൽ വ്യത്യസ്തമായ പ്ലാന്റ്സ് ആണെങ്കിലോ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. വ്യത്യസ്തമായ പ്ലാന്റ്സ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. കണ്ട, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്താ എന്ന് ചോദിച്ചാൽ ക്രോസിംഗ് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്പീഷീസ് അല്ലെങ്കിൽ ജീനസ് ടു കമ്പൈൻ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ആൻഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ വെറൈറ്റീസ്. അപ്പൊ വ്യത്യസ്തമായ രണ്ട് പ്ലാന്റ്സ് തമ്മിൽ ക്രോസ് ചെയ്യും, സുപ്പീരിയർ വെറൈറ്റീസ് ഉണ്ടാക്കുക. അപ്പൊ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മേജർ അപ്രോച്ചസ് അല്ലെങ്കിൽ സജസ്റ്റ് എ മെത്തേഡ് ഓർ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പറയും. അതിന് സ്റ്റെപ്സ് അറിയണം. പാരൻസിനെ സെലക്ട് ചെയ്തു, ആന്തർ റിമൂവ് ചെയ്തു. ഇപ്പൊ എന്താ ഇമാസ്കുലേഷൻ? റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ബൈസെക്ഷൽ ഫ്ലവർ, removal of anther from bisexual flower. Then again മറ്റു പൂമ്പൊടികൾ വരാതിരിക്കാൻ, പോളഗ്രെയിൻസ് വരാതിരിക്കാൻ ബാഗ് ചെയ്തു. Again crossing, again there is rebagging to avoid the unwanted pollen grains. And lastly, harvesting of seeds, raising that one generation. ഇതാണ് സെലക്ഷൻ സ്റ്റെപ്സ്. അതിൽ രണ്ട് സ്റ്റെപ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഏതാ രണ്ട് സ്റ്റെപ്സ്? ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഏതാ വരിക? ഡിഫൈൻ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. അപ്പം ഇതിൻ്റെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഏതാ എടുക്കേണ്ടത്? ഇതിൻ്റെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ഒരേ ഒരു ആൻസർ, ഓൾ ദീസ് ഇവൻറ്റ്സ് ഇതാണ്. ഫ്രം പോളൻ ഗ്രെയിൻസ് ഡിപ്പോസിറ്റ് ചെയ്തത് മുതൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നവരെ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. എ പ്ലാന്റ് ബ്രീഡ് is interested in produce superior varieties. The events of artificial hybridization in the correct order. കണ്ട, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ സ്റ്റെപ്സ് കറക്റ്റ് ഓർഡറിൽ ചെയ്താ these are the steps. കണ്ട, selection of parents. Then what will happen? Emasculation, cutting off bisexual, cutting off anther from bisexual. Bagging, cross hybridization, and again rebagging, and then raising of F1 hybrids. വിത്തുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ സ്റ്റെപ്സ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ അടുത്ത പാട്ടും അവസാനിക്കുകയാണ്. സോ നമ്മൾ മെജോറിറ്റി പാട്ടും അവസാനിച്ചു. And we are moving to the last and the final topics: fertilization, post-fertilization changes, seeds, roots, and apomixis. Only this much is left in this chapter. You got it. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്? ഇതറിയാനായിട്ട് ഞാൻ ഡബിൾ ഫെർട്ടിലൈസേഷനിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? അപ്പം ഡബിൾ ഫെർട്ടിലൈസേഷനിൽ രണ്ട് പ്രോസസ്സാണ്. ഏതൊക്കെയാണ് രണ്ട് പ്രോസസ്സ്? ആ രണ്ട് പ്രോസസ്സാണ് ടു ടൈപ്പ് ഓഫ് ഫ്യൂഷൻസ്
ഒന്ന് സിംഗമി, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും. ഇത് മെയിൽ ഗമീറ്റ്, ഇത് ഫീമെയിൽ ഗമീറ്റ്. ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ, യു നോ ഇറ്റ്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ ഗമീറ്റ് പ്ലസ് സെക്കൻഡറി ന്യൂക്ലിയസ്. എംബ്രിയോ സാക്കിൽ നടക്കും. ഈ ഫിനോമിനനാണ് double fertilization, and even unique to flowering plants. This is double fertilization. So double fertilization is very important to you until and unless ഇത് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനിലും ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു വരുമ്പം എന്തെല്ലാം മാറ്റങ്ങളുണ്ട്? ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു വരുമ്പം എംബ്രിയോ സാക്കിലുള്ള മാറ്റം നോക്ക്. സൈനോജിറ്റ്സ് നശിച്ചു, എക്സെൽ സൈഗോട്ടായി, സെൻട്രൽ സെല്ല് പ്രൈമറി എൻഡോസ്പം സെല്ലായി, പോളാർ ന്യൂക്ലിയസ് പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ആയി, ആന്റിപോഡൽസ് ഡീജനറേറ്റീവ്. Is it okay? അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു? What happens to the two synergids and antipodals after double fertilization? അപ്പൊ സൈനർജിഡിന് എന്ത് സംഭവിക്കും? ഡീജനറേറ്റ്സ്. കണ്ട, ആന്റിപോഡൽസും സൈനർജിഡ്സും ഒക്കെ ഡീജനറേറ്റ് ചെയ്യും. കണ്ട, ആന്റിപോഡൽസും അതേപോലെ സൈനർജിഡ്സും ഒക്കെ ഡീജനറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇത് മറക്കരുത്, ഡബിൾ ഫെർട്ടിലൈസേഷന്റെ ഡീറ്റെയിൽസ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാണ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ആ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഏതൊക്കെ, ചേഞ്ചസ് ഏതൊക്കെ എന്നറിയാം. അപ്പൊ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ എക്സെൽ സൈഗോട്ടായി, ഫെർട്ടിലൈസേഷന് ശേഷമുള്ളത് എല്ലാം, പോസ്റ്റ് ഫെർട്ടിലൈസേഷന് ശേഷമുള്ളതെല്ലാം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പൊ സൈഗോട്ടിന്റെ ഫോർമേഷൻ മുതൽ എല്ലാം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആണ്. അപ്പൊ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ ഏറ്റവും ആദ്യം എൻഡോസ്പമിനെ കുറിച്ച് അറിയാം. അപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ എൻഡോസ്പം ഉണ്ടാവും. പ്രൈമറി എൻഡോസ്പം ഡിവൈഡ് ചെയ്തിട്ടാണ് എൻഡോസ്പം ടിഷ്യൂ ഉണ്ടാവുക. അപ്പൊ എൻഡോസ്പം എപ്പോഴും ട്രിപ്ലോയിഡ് ടിഷ്യൂ ആയിരിക്കും. കണ്ടോ, ട്രിപ്ലോയിഡ് ടിഷ്യൂ. അപ്പൊ നമ്മളോട് ചോദിക്കും വാട്ട് ഇസ് ദിസ് ഇമ്പോർട്ടൻസ് മറിറ്റ്സ്, അല്ലെങ്കിൽ എൻഡോസ്പമിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ പറയും ന്യൂക്ലിയർ എൻഡോസ്പമും സെല്ലുലാർ എൻഡോസ്പമും ഉണ്ട്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എൻഡോസ്പം എന്ന് പറയുന്നത് സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷൻ വഴി ഫ്രീ ന്യൂക്ലിയസ് ഉണ്ടാവും. അതാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പം. അതാണ് കോക്കനട്ട് വാട്ടർ. അതിന്റെ എക്സാമ്പിൾ ആണ് കോക്കനട്ട് വാട്ടർ. Again we shall go to cellular endosperm. സെല്ലുലാർ എൻഡോസ്പം എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലുലാർ എൻഡോസ്പം എന്ന് പറയുന്നത് സെൽ വാൾ ഫോർമേഷൻ നടക്കും, ചുറ്റും സെൽ വാൾ ഫോം ചെയ്തു സെല്ലുലാർ എൻഡോസ്പമായിട്ട് മാറി. ഇത് വൈറ്റ് കേർണൽ ഓഫ് കോക്കനട്ട്, തേങ്ങയുടെ ഉള്ളിലുള്ള വൈറ്റ് കേർണൽ. അപ്പൊ ലിക്വിഡ് എൻഡോസ്പം എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പമാണ്. കോക്കനട്ട് വാട്ടർ, കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പം. അതേസമയം സെല്ലുലാർ എൻഡോസ്പം ഏതാ? അതുള്ളിലുള്ള വൈറ്റ് കേർണൽ, തേങ്ങ എന്ന് വിളിക്കുന്നത്. അതാണ് ആക്ച്വലി എന്ത്? വൈറ്റ് കേർണൽ. സാഹിൽ ചോദിക്കുന്നു ന്യൂക്ലിയർ എൻഡോസ്പം സ്റ്റേറ്റ് സിലബസിൽ ഇമ്പോർട്ടന്റ് അല്ല. സാഹിലെ, ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ് സിലബസിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല സാഹിൽ. ഞാൻ പറയുന്ന ചോദ്യമാണ് സ്റ്റേറ്റ് സിലബസിൽ ഉണ്ടാവുക. സോ ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്. എന്താണോ ചോദിക്കാൻ ഞാൻ പറയും. സ്റ്റേറ്റ് സിലബസ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. ഇറ്റ്സ് ഓൺലി ഫോർ ദ CBSE ബോയ്സ്, CBSE ഗേൾസ്. ഓക്കെ, അവ നോക്കുക. വൈറ്റ് കേർണൽ ഇൻ കോക്കനട്ട് ആണ് സെല്ലുലാർ എൻഡോസ്പം. ആൻഡ് വാട്ട് അബൌട്ട് ദ എംബ്രിയോസ്? വാട്ട് അബൌട്ട് ദ എംബ്രിയോ ആൻഡ് വാട്ട് ക്യാൻ വി ഡു ഫോർ ദ എംബ്രിയോ? അല്ലെങ്കിൽ എംബ്രിയോന്റെ പെക്യുലാരിറ്റി എന്താ? എംബ്രിയോന്റെ പെക്യുലാരിറ്റി നിങ്ങൾക്കറിയാം. എംബ്രിയോ ഇസ് ദ ഡിപ്ലോയിഡ് ടിഷ്യൂ. ആ എംബ്രിയോന്റെ ഡെവലപ്മെന്റിന്റെ ഡയഗ്രാം കണ്ട, ഡൈക്കോട്ട് എംബ്രിയോന്റെ ഡയഗ്രാം. ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം ആദ്യം സൈഗോട്ട്, എക്സെല്
ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് ഗ്ലോബുലർ, ദെൻ ഹാർട്ട് ഷേപ്പ്, ദെൻ മെച്യൂർ എംബ്രിയോ ആയി മാറി. ആ മെച്യൂർ എംബ്രിയോയിൽ പ്ലീമ്യൂൾ ഉണ്ട്, റാഡിക്കൽ. സോ ദീസ് ആർ ദ സ്റ്റേജസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ ഡൈക്കോട്ട് എംബ്രിയോ. അപ്പോൾ ആ ഡൈക്കോട്ട് എംബ്രിയോ പേഴ്സണലായിട്ട് ഞാൻ എടുക്കുകയാണ് ഇൻഡിവിജ്വലി ഡൈക്കോട്ട് എംബ്രിയോ മോണോക്കോട്ട് എംബ്രിയോ എടുത്താൽ ഇറ്റ് ലുക്ക് ലൈക്ക് ദാസ് മക്കളെ, ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. കണ്ട ഇതാണ് this the dicot and the monocot embryo. You have to check it out മക്കളെ, you have to check it out because ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാം. ഡൈക്കോട്ട് എംബ്രിയോ മോണോക്കോട്ട് എംബ്രിയോന്റെ ഡിഫറൻസ് വരാം. അപ്പൊ ഡൈക്കോട്ട് എംബ്രിയോന്റെ മോണോക്കോട്ടിന്റെ ഡിഫറൻസ് ചോദിച്ചാൽ ആദ്യം കോട്ട്ലഡൻസ് നോക്കാം. ഡൈക്കോട്ട് എംബ്രിയോയിൽ 2 കോട്ട്ലഡൻസ്, മോണോക്കോട്ട് എംബ്രിയോയിൽ only 1 cotyledon. Monocot embryo only 1 cotyledon is existing, only 1. Suspensor, Krishnapriya, suspensor എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ദ എംബ്രിയോ. സസ്പെൻസർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ദ എംബ്രിയോ. എന്നോട് പ്രിയ ചോദിച്ചു വാട്ട് ഈസ് സസ്പെൻസർ, അത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പ്രിയ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കും. സസ്പെൻസർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ദ എംബ്രിയോ, സ്റ്റോക്ക് ഓഫ് ദ എംബ്രിയോ. കണ്ട, സ്റ്റോക്ക് ഓഫ് ദ എംബ്രിയോ. ഓക്കെ, അപ്പൊ ഈ സ്റ്റോക്ക് ഓഫ് ദ എംബ്രിയോ, ഈ സ്റ്റോക്കാണ് പുഷസ്. സ്റ്റോക്ക് ഓഫ് ദ എംബ്രിയോ pushes the cotyledons into the endosperm. എൻഡോസ്പേമിന്റെ ഉള്ളിലേക്ക് കോട്ട്ലഡൻസിനെ പുഷ് ചെയ്യുന്നത് ഈ സസ്പെൻസർ ആണ്. യു ഗോട്ട് ഇറ്റ്, ദ സസ്പെൻസർ. എലോൺ മ്യൂസിക് ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ ചോദിക്കും. എന്താ സംശയം, എന്താ ചോദിക്കാം. ആരാണത്, അത് ചോദിക്കുമോ? ആരാണത്, അത് ചോദിക്കുമോ? ചോദിക്കും. ഡൈക്കോട്ട് എംബ്രിയോയും മോണോക്കോട്ട് എംബ്രിയോ. കണ്ടാ, ഡൈക്കോട്ട് എംബ്രിയോ മോണോക്കോട്ട് എംബ്രിയോ തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഈ ഡൈക്കോട്ട് എംബ്രിയോയിൽ പ്ലീമ്യൂൾ ഗിവ് റൈസ് ടു ഷൂട്ട് സിസ്റ്റം, റാഡിക്കൽ ഗിവ് റൈസ് ടു ദ റൂട്ട് സിസ്റ്റം ആൻഡ് കവേർഡ് ബൈ റൂട്ട് ക്യാപ്പ്. അതേസമയം മോണോക്കോട്ടിന്റെ കേസിൽ നോക്ക്, കോളിയോപ്റ്റൽ ആൻഡ് കോളിയോറൈസ. The plevule is covered by coleoptile and radicle is covered by coleorhiza. Apart from another one, there is an epiblast. അത് ഒരു സെക്കൻഡ് കോട്ട്ലഡൻ ആണ്. എപ്പിബ്ലാസ്റ്റ് ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. കണ്ട, എപ്പിബ്ലാസ്റ്റ് ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ഇപ്പൊ ഡൈക്കോട്ട് എംബ്രിയോ മോണോക്കോട്ട് എംബ്രിയോ ലേബിൾ ചെയ്യാൻ കൃത്യമായിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കാം, നന്നായി നോക്കാം. ഏത് ക്വസ്റ്റ്യൻ? ദാ ഈ ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ അറിഞ്ഞിരുന്നാൽ മതി. ഫ്രം ദ ഫോളോയിങ് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ, എഗ് ഹാപ്ലോയിഡ്, പോളൻ ഹാപ്ലോയിഡ്, എൻഡോസ്പേം ട്രിപ്ലോയിഡ്, സൈഗോട്ട് ഡിപ്ലോയിഡ്. ഇതെല്ലാം അറിയണം, ഇതെല്ലാം നന്നായിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ ലേബിൾ ചെയ്യാൻ ചോദിച്ചാൽ ഇതും അറിയാം. ഇത് ലേബിൾ ചെയ്യാൻ വന്നാൽ കൃത്യമായ ആൻസർ ചെയ്യണം. എ എന്ന് പറയുന്നത് പ്ലീമ്യൂളാണ്, ബി എന്ന് പറയുന്നത് കോട്ട്ലഡൻസ് ആണ്, സി എന്ന് പറയുന്നത് റാഡിക്കളാണ്, ഡി എന്ന് പറയുന്നത് റൂട്ട് ക്യാപ്പ്. ഓക്കെ ആണോ? അപ്പം മോണോക്കോട്ട് എംബ്രിയോ ഡൈക്കോട്ട് എംബ്രിയോ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, again difference between dicot embryo and monocot embryo. Dicot embryo monocot embryo തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു. Dicot embryo 2 cotyledons, monocot embryo a single cotyledon. Dicot embryoയിൽ കോളിയോപ്റ്റൈലും കോളിയോറൈസിയും ഇല്ല, മോണോക്കോട്ട് എംബ്രിയോയിൽ കോളിയോപ്റ്റൈലും കോളിയോറൈസിയും. There is no epiblast in dicot. Epiblast is present in monocot. അപ്പോൾ ഈ ഡിഫറൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ്. ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസിൽ സീഡിനെ കുറിച്ചാണ് ടീച്ചർ പറയാം. ഓവ്യൂൾ ആണോ ഓവറി ആണോ സീഡായിട്ട് മാറുക? വാട്ട് ഡു യു തിങ്ക്?
It's not out. It's not out. It's not out. It's ovule develops into seed. Ovule develops into seeds. അങ്ങനെ ചില സീഡ്സിൽ എൻഡോസ്പേം ഉണ്ടാവും, ചില സീഡ്സിൽ എൻഡോസ്പേം ഉണ്ടാവില്ല. എൻഡോസ്പേം ഉള്ള സീഡ്സിന് ആൽബുമിനസ് സീഡ്സും, എൻഡോസ്പേം ഇല്ലാത്തത് നോൺ ആൽബുമിനസ്. അപ്പൊ ആൽബുമിനസ് സീഡ്സ് എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം ഉണ്ട്. അപ്പൊ ഡൈക്കോട്സ് ആണ് മെജോറിറ്റി, ഡൈക്കോട്സ്. അതേസമയം നോൺ ആൽബുമിനസ് സീഡ്സോ, നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറഞ്ഞാൽ നോ എൻഡോസ്പേം. There is no endosperm at all. No endosperm at all. Albuminous seeds monocots ആണ്, not dicots. അതേസമയം നോൺ ആൽബുമിനസ് സീഡ്സ് ആണ് dicots. അവർക്ക് എൻഡോസ്പേം ഇല്ല. And you can see the four seeds മക്കളെ. ഇതിൽ ഏതൊക്കെയാണ് ആ സീഡ്സ്? ബീൻസ്, കാസ്റ്റർ, ആവണക്ക്, ഒണിയൻ, ഉള്ളി, maize. You have to draw it. You have to draw it. ഇത് ചോദിച്ചാൽ, വരയ്ക്കാൻ ചോദിച്ചാൽ, ലേബൽ ചെയ്യാൻ ചോദിച്ചാൽ, സെക്ഷൻ ഓഫ് എ LS, longitudinal section of a monocot seed and try to label it എന്ന് ചോദിച്ചാൽ കിട്ടുമോ? കിട്ടണം. കിട്ടിയേ പറ്റൂ മക്കളെ, കിട്ടിയേ പറ്റൂ. ഇപ്പൊ what is pericarp? ഫ്രൂട്ട് വാളും അതേപോലെ തന്നെ സീഡ് കോട്ടും കൂടെ കമ്പൈൻ ചെയ്തു. ഫ്രൂട്ട് വാൾ പ്ലസ് സീഡ് കോട്ട്, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് പ്രീവിയസ്, മറക്കാതെ ഓർത്തിരിക്കണം. ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഉണ്ട്, എൻഡോസ്പേം. കോളിയോപ്റ്റൈലും കോളിയോറൈസിയം ഉണ്ട്. ഓക്കെ, പ്ലീമ്യൂൾ ഗിവ് റൈസ് ടു ദ റൂട്ട് സിസ്റ്റം, റാഡിക്കൽ ഗിവ് റൈസ് ടു ദ റൂട്ട് സിസ്റ്റം. സ്കൂട്ടെല്ലാം ആരാ? അത് കോട്ട്ലഡനാണ്. അപ്പൊ ഇതെല്ലാം ഓക്കെയാണോ മക്കളെ? ഇതെല്ലാം ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ സീഡ്സ് നമ്മൾ നട്ടാൽ പെട്ടെന്ന് ജേർമിനേറ്റ് ചെയ്യില്ല. ദർ ഇസ് എ റെസ്റ്റിംഗ് പീരിയഡ്. ആ റെസ്റ്റിംഗ് പീരിയഡിനെയാണ് സീഡ് ഡോമൻസി എന്ന് വിളിക്കുന്നത്. വാട്ട് വി കോൾ സീഡ് ഡോമൻസി. സീഡ് മെച്യൂർ ആവുമ്പോൾ വാട്ടർ കണ്ടന്റ് ഇസ് റെഡ്യൂസ്ഡ്. ദ ജനറൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഓഫ് ദ എംബ്രിയോ സ്ലോസ് ഡൗൺ. ദിസ് ഇനാക്റ്റീവ് സ്റ്റേജ് ഇസ് കോൾഡ് ഡോമൻസി. ഫേവറബിൾ കണ്ടീഷൻസ് വന്നാൽ അവർ ജേർമിനേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സീഡ് ഡോമൻസിയുടെ എക്സാമ്പിൾസിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ ഡോമൻസി അണ്ടർഗോ ചെയ്ത് 10,000 years of dormancy shown by lupinus articus excavated from the Arctic tundra. You know it മക്കളെ. അങ്ങനെയാണെങ്കിൽ ഫീനിക്സ് ഡാക്ലിഫറ, ഈ ഫീനിക്സ് ഡാക്ലിഫറ 2000 വർഷം പഴക്കമുണ്ട്. And excavated from King Herod's palace. പഴക്കുതിയനായിരുന്ന കിങ് ഹെറോദിന്റെ ശവകുടീരത്തിൽ നിന്നും 2000 years പഴക്കമുള്ള ഒരു ഈന്തപ്പൻ, ഡേറ്റ് പാം വാസ് എക്സ്കവേറ്റഡ്. 2000 വർഷത്തിന് ശേഷം അത് നട്ടപ്പത് മുളച്ചു. അങ്ങനെയെങ്കിൽ സീഡിൽ നിന്നും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഇൻ ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ന്യൂസെല്ലസ് ആൻഡ് കോട്ട്ലഡൻ? അപ്പൊ നമ്മൾ പറയും കോട്ട്ലഡൻ ബോത്ത് സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് and provide nourishment. ന്യൂസെല്ലസ് എംബ്രിയോ സാക്കിന് നോറിഷ്മെന്റ് കൊടുക്കുമ്പോൾ കോട്ട്ലഡൻസ് എംബ്രിയോയ്ക്ക് നോറിഷ്മെന്റ് കൊടുക്കും. കോട്ട്ലഡൻസ് എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ കൊടുക്കും. You got it, okay? How perisperm is formed? How you can answer it? Perisperm is formed. Perisperm എങ്ങനെ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറയും remnant remains remnant of nucellus. ന്യൂസെല്ലസ് റീറ്റെയിൻ ചെയ്താൽ നമ്മൾ അതിനെ പെരിസ്പേം എന്ന് വിളിക്കും. get an example black pepper, കുരുമുളക് ഒരു എക്സാമ്പിൾ. ഓക്കെ, കുരുമുളക് ഒരു എക്സാമ്പിളാണ്. മറക്കോ? ഇല്ല. വീണ്ടും ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്ക്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ, ട്രൈ ടു ആൻസർ മക്കളെ. പെരികാർപ്പ് അവിടെയുണ്ട്. എ എന്താ? എ എന്ന് പറയുന്നത് എൻഡോസ്പേം. അപ്പൊ ബി എന്താ? ബി ഇസ് ദ കോട്ട്ലഡൻ ഓഫ് മോണോക്കോട്ട്, സ്കൂട്ടൻ. അപ്പൊ എ ബി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യും. ഓക്കെ, എയും ബിയും അടിപൊളിയായിട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഫ്രൂട്ട് ഓഫ് ദ ലാസ്റ്റ് and the final parts of the chapter.
കണ്ട ഫ്രൂട്ട് ഓവറി ആണോ ഓവ്യൂൾ ആണോ ഫ്രൂട്ട് ആയിട്ട് മാറുക? ഇറ്റ്സ് ഓവറി മക്കളെ, ഇറ്റ്സ് ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. അങ്ങനെയെങ്കിൽ ഓവറിയിൽ നിന്നുണ്ടാവുന്ന ഫ്രൂട്ടിനെ ട്രൂ ഫ്രൂട്ട്സ് ആണ്. ഡയറക്ട്ലി ഡെവലപ്സ് ഓൺ ദ ഓവറി ആണെങ്കിൽ ട്രൂ ഫ്രൂട്ട്. അങ്ങനെയാണെങ്കിൽ ഓവറിയിൽ നിന്നല്ലാതെ സം അതർ പാർട്സ് ഓഫ് ദ ഓവറി, സ്റ്റോക്ക്, തലാമസ്, ഇതൊക്കെ ഓവറി ആയാൽ what is the term used? False. False fruits. And these are the examples. Apple is a false fruit. Strawberry is a false fruit. അപ്പോൾ വിത്ത് എക്സാമ്പിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബഡാ ക്വസ്റ്റ്യൻ, ബഡാവാല ക്വസ്റ്റ്യൻ, ബഡിയാവാല. Which is that question? A badawala comes. Kaun hai badawala? I have a big question in front of you, a big question. What are parthenocarpic fruits? അപ്പം നമ്മൾ പറയണം fruits formed without fertilization. ഇതാണ് parthenocarpic fruits, and you have to get out an example with banana. എന്താണ് parthenocarpic fruits? എന്താണ് fruits which are formed without fertilization? That is parthenocarpic fruits. Examples ആയിട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ വന്നു, whether we can induce parthenocarpy. Yes, we can induce definitely by the application of growth hormones, and that's fruits are seedless. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? എന്താണ് ഫാൾസ് ഫ്രൂട്ട്? സൈറ്റ് ആൻ എക്സാമ്പിൾ. അപ്പൊ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അതെന്താ ടീച്ചറെ ബുദ്ധിമുട്ട് വരാത്തത്? Here comes the false fruit. Apart from the ovary, if thalamus contributes for the food production, thalamus contributes to the food production, thalamus the fruitile, you have to answer it as false fruit. Example ചോദിച്ചാൽ ആപ്പിൾ എഴുതാം, സ്ട്രോബെറി എഴുതാം, കാഷ്യൂ വരെ എഴുതാം. ഇതെല്ലാം എഴുതാം. You got it? And the last പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ബനാന പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? ഹൗ ദേ ക്യാൻ ബി ഫോംഡ്. അപ്പൊ നമ്മൾ എന്ത് പറയും? അപ്പൊ നമ്മൾ പറയേണ്ടത് ഫ്രൂട്ട്സ് വിച്ച് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് പാർത്തനോകാർപ്പി. They can be induced by the application of hormones. ഏത് ഹോർമോൺസ് ആണെന്ന് ചോദിച്ചാൽ ഓക്സിൻസ് ആൻഡ് ജിബർലേൻസ് കണ്ട. And let's move to the last and the final part of the chapter, apomixis and polyembryo. കൃഷ്ണപ്രിയ, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സും പാർത്തനോജെൻസിസും സെയിം അല്ല. പാർത്തനോകാർപ്പി പ്ലാന്റ്സ് ആണെങ്കിൽ പാർത്തനോജെനസിസ് ആനിമൽസിനാണ്. രണ്ടിലും കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്, നോ ഫെർട്ടിലൈസേഷൻ. പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ്. പാർത്തനോജെനസിസ് എന്ന് പറയുന്നത് എ ബേബി ഈസ് ഫോംഡ് വിത്തൗട്ട് സ്പേംസ്, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതാണ് ഡിഫറൻസ്. പാർത്തനോകാർപ്പി സീഡ്ലെസ് ഫ്രൂട്ട്സ്, പാർത്തനോജെനസിസ് നോ ഫ്യൂഷൻ, ഇൻഡിവിജ്വൽസ് ആർ ഫോംഡ്. രണ്ടും രണ്ടായിട്ടാണ് പറയാം. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ പാർട്ട്, അപ്പോമിക്സിസ് ആൻഡ് പോളിഎംബ്രിയോണി. നമ്മളൊരു നെൽച്ചെടി കട്ട് ചെയ്ത് കുഴിച്ചിടണം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇസ് ഇറ്റ് പോസിബിൾ? നോ. നെല്ലിൽ സ്റ്റെമ്മില്ല, മര്യാദയ്ക്ക് റൂട്ട് പോലുമില്ല. ഇപ്പോൾ ഫ്ലവറാണ് നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എടുക്കുക. അങ്ങനെ ഫ്ലവറിൽ നിന്നും ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്താൽ വി യൂസ് ദ ടേം അപ്പോമിക്സിസ്. അപ്പോൾ അപ്പോമിക്സിസ് എന്ന് പറയുന്ന ഫോം ഓഫ് റീപ്രൊഡക്ഷൻ. സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. രണ്ട് പ്ലാന്റ് ഗ്രൂപ്പ്സിലേ നടക്കുള്ളൂ. സൺഫ്ലവറിൻ്റെ ആസ്ട്രേസിയ, ഗ്രാസ് ഫാമിലി, ഇവിടെ മാത്രമേ നടക്കൂ. സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോമിക്സിസ് വഴി ഉണ്ടാവുന്ന ഓർഗാൻസത്തെ apomicte എന്ന് പറയും. Apom is actually asexual reproduction that shows similarity to sexual reproduction. ഈ apomixisന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്
ആപ്പോമിക്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇൻ ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രി. ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രി, ഹൈബ്രിഡ് സീഡ്സിന്റെ പ്രൊഡക്ഷനിൽ ഇത് യൂസ് ചെയ്യും. അതാണ് ആപ്പോമിക്സിസ്. അതിനാണെങ്കിൽ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ തിങ്, ഞാനൊരു മാംഗോന്റെ സീഡ് കൊണ്ടുപോയി നട്ടു, മാങ്ങാണ്ടി കൊണ്ടുപോയി നട്ടു. ജേർമിനേറ്റ് ചെയ്തപ്പം ഒരു സീഡിൽ നിന്നും ഒരു സീഡിൽ നിന്നും ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഡെവലപ്പായി, ഒന്നിൽ കൂടുതൽ സാപ്ലിംഗ് ഡെവലപ്പായി. ഈ ഫിനോമിനനാണ് പോളി എംബ്രിയോൺ. അപ്പൊ പോളി എംബ്രിയോണിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കണം. ഒക്കറൻസ് ഓഫ് more than one embryo in a seed. ഇതാണ് പോളി എംബ്രിയോ. ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്നതിനെയാണ് പോളി എംബ്രിയോ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ മാംഗോ പറയാം, സിട്രസ് ഫ്രൂട്ട്സ് പറയാം. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ്, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം, വാട്ട് ഇസ് ആപ്പോമിക്സിസ്, get an example. അപ്പൊ നമ്മൾ അതിന്റെ കറക്റ്റ് ആൻസർ എടുക്കും. ആപ്പോമിക്സിസ് എന്ന് പറയുന്നത് സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. എക്സാമ്പിൾ അറിയണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻ നോക്ക്. മോർ ദാൻ വൺ എംബ്രിയോ ഇസ് ഫോംഡ്. ഈ ഒരു ഫിനോമിനയ്ക്ക് എന്ത് വിളിക്കും? ആൻഡ് ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് പോളി എംബ്രിയോ. ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഏത് എക്സാമ്പിൾ എടുക്കാം? മാംഗോ എടുക്കാം, സിട്രസ് എടുക്കാം, അണിയൻ എടുക്കാം, ഗ്രൗണ്ട് നട്ട് എടുക്കാം. ഇതൊക്കെ ആൻസർ ആണ്. ഓക്കെ മക്കളെ, സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാം, ഓൾ സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു പോയി. പ്രീവിയസ് ക്വസ്റ്റ്യൻ 2009 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ പ്രീവിയസ് വരാൻ സാധ്യതയുള്ളതും ഈ വർഷത്തെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അൾട്ടിമേറ്റ്ലി വി എൻറ്റർ ദ ചാപ്റ്റർ. ഓക്കെ, അവസാനം ആപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണിയോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു. യു ഗോട്ട് ഇറ്റ് മക്കളെ? അപ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ പോലും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ് ഇറ്റ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. Entire chapter we finished it in 1.5 hours. Is it okay, മക്കളെ? Each and every single words we discussed, everything. അപ്പൊ നല്ല ഭംഗിയായിട്ട് പോയി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. I know that you can score well. മദ്രാസ് റീജിയനിലുള്ള എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, സോ മക്കളെ, ഷാൾ ഐ ലീവ്? സോ അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം എഴുതാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, എൻട്രൻസ് ക്വാളിഫൈ. ഇതായിരിക്കണം നമ്മുടെ എയിം. സോ ഷാൾ ഐ ലീവ്? സോ വീണ്ടും നമ്മൾ അടുത്ത ചാപ്റ്ററുമായി, അടുത്ത ലൈവുമായി അടുത്ത ദിവസം അടുത്ത സമയത്ത് കണ്ടുമുട്ടും. സോ good night and sweet dreams to everyone. Thank you.